ഒരു ട്രെയിലർ ഒരു മൂവി നമുക്ക് കിട്ടുവാണെങ്കിൽ എത്ര ടൈം എടുക്കും യൂഷ്വലി എഡിറ്റ് ചെയ്യാൻ? ഒരു ത്രില്ലർ മൂവിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഷോർട്സ് ഉണ്ടാവും ഇമ്പാക്റ്റ് കൊടുക്കാൻ. ഒരു രോമാഞ്ചമൊക്കെ എനിക്കൊരു മൂന്നാഴ്ചയൊക്കെ ഞാൻ കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു സാധനം അതിൽ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഏത് പോയിന്റിലാണ് ലൈക്ക് ഇത് മതി എന്ന് ഒരു സ്റ്റോപ്പ് കൊണ്ടുവരുന്നത്? ഞാൻ വീട്ടിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യും, വീട്ടുകാരെ കാണും. തല്ലുമാലയൊക്കെ പോലത്തെ സിനിമ വരുമ്പോൾ അതിൻ്റെ അകത്ത് എഡിറ്റ് കാണാം. അപ്പോൾ അതൊക്കെ എഡിറ്റിംഗ് നമുക്കറിയാം, കാണാൻ പറ്റുന്ന സിനിമകൾ. പക്ഷെ അല്ലാത്ത സിനിമകളാണ് കൂടുതലും. ഹൗ റെലവൻറ്റ് ഈസ് സോഷ്യൽ മീഡിയ അറ്റ് ദിസ് പോയിന്റ്? ഒരാൾക്ക് മൂവിയിലോട്ട് വരണമെങ്കിൽ ബാക്ക് എൻഡ് കണക്ഷൻസ് മാത്രം മതിയോ, അതോ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കണോ? എന്താണ്? അജ്മൽ സാബുമായിട്ട് നമ്മൾ 2 എപ്പിസോഡ് കഴിഞ്ഞു പോഡ്കാസ്റ്റിൻ്റെ. ഇത് നമ്മുടെ 3rd എപ്പിസോഡാണ്. നമ്മൾ എത്ര സംസാരിച്ചിട്ടും നമ്മുടെ കണ്ടന്റ് തീരുന്നില്ല. അത്രയധികം കാര്യങ്ങൾ അജ്മലായിട്ട് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജ്മൽ സാബു, വെൽക്കം ബാക്ക് ടു ദി ഷോ. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അജ്മൽ ബ്രോ, ഒരു ട്രെയിലർ ഒരു മൂവി നമുക്ക് കിട്ടുവാണെങ്കിൽ എത്ര ടൈം എടുക്കും യൂഷ്വലി എഡിറ്റ് ചെയ്യാൻ? ട്രെയിലർ ചില മൂവീസിന് കുറച്ച് അധികം സമയം എടുക്കും, ചിലതിന് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു ത്രില്ലർ മൂവിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഷോർട്സ് ഉണ്ടാവും ഇമ്പാക്റ്റ് കൊടുക്കാൻ ട്രെയിലറിന് ഉള്ള. എന്നാലും സമയം എടുക്കാറുണ്ട്. എന്നാലും ഹ്യൂമർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രാമ ഒക്കെ ആണെങ്കിൽ അതിന് അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. ഒരു രോമാഞ്ചമൊക്കെ എനിക്കൊരു മൂന്നാഴ്ചയൊക്കെ ഞാൻ കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു സാധനം അതിൽ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പല മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിനും അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. മിന്നൽ മുരളിയുടെ ട്രെയിലറിന് നല്ല സമയം എടുത്തിട്ടുണ്ട്. മിന്നൽ മുരളിയൊക്കെ 1 മാസത്തോളം ഞാൻ ഇരുന്നിട്ടുണ്ട്. 1 മാസത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങി തീരാനുള്ള 1 മാസമല്ല, അത് ഒരു ഐഡിയ ഉണ്ടാക്കാൻ ശേഷം വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രോസസ്സും കൂടെ ചേർത്ത് ഫുട്ടേജ് കിട്ടിയതിന് ശേഷം ഏകദേശം 2-3 ആഴ്ചയെങ്കിലും മിനിമം എടുക്കും. കണ്ട് അത് ചെയ്ത് അല്ലെങ്കിൽ തിരുത്തി ചേഞ്ചസ് ഉണ്ടായി ഒരു ഐഡിയയിലേക്ക് എത്തി മ്യൂസിക് ഒക്കെ സെലക്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും നല്ല സമയം എടുക്കും. ട്രെയിലറിന് അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന അത്രയും ടൈം തന്നെ നമ്മൾ ട്രെയിലറിന് ഡിവോട്ട് ചെയ്യേണ്ടി വരുന്നു. സിനിമ ചെയ്യുന്നത് കുറച്ചുകൂടെ സമയം എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലറിന് അത്രയും എടുക്കത്തില്ല, എന്നാലും എടുക്കും, നല്ല സമയം എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലറിന് ഒരു ഓർഡർ ഇല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുമല്ലേ ചെയ്യുന്നത്. അപ്പം അതിനൊരു സമയം എന്തായാലും എടുക്കും. നല്ല പുതിയൊരു ഫ്രഷ് ട്രെയിലർ ഉണ്ടാക്കാൻ എന്തായാലും നല്ല സമയം എടുക്കും. ഈ ട്രെയിലർ എഡിറ്ററിന് പ്രോപ്പർ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ട്രെയിലർ എഡിറ്റർക്ക് റെക്കഗ്നീഷനൊക്കെ കിട്ടി. എനിക്ക് സിനിമയ്ക്ക് അകത്തുനിന്നൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പുറത്ത് ആൾക്കാർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ആരാണ്, എന്താണ് പടം എന്നൊക്കെയുള്ള. പക്ഷേ ട്രെയിലർ ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിൽ അവർക്ക് ട്രെയിലർ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് അവരുടെ ഡയറക്ടറും അതിലേക്കുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ട്രെയിലർ എഡിറ്റ് ചെയ്ത ആരാണ്, ട്രെയിലർ ഉണ്ടാക്കിയ ആരാണെന്നൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാലും സിനിമയ്ക്ക് അകത്തുനിന്ന് എനിക്ക് റെക്കഗ്നീഷൻ പല ആൾക്കാരുടെ ഒന്നും വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ ഏറ്റവും മെയിൻ സാധനം ട്രെയിലറാണ്. ഇപ്പം ഇറങ്ങുന്നതിന് മുമ്പ് വരെ ട്രെയിലറാണ് എല്ലാം. അതിൻ്റെ ട്രെയിലറും പോസ്റ്റേഴ്സും ആണല്ലോ അതിൻ്റെ സിനിമയുടെ മുഖം എന്ന് പറയുന്ന ഫേസ്. അതാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചും കൂടെ ട്രെയിലറിനും ഈ പോസ്റ്റർ ഡിസൈനേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഇത് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫെസ്റ്റിവൽസിലൊക്കെ ആണെങ്കിലും ബെസ്റ്റ് ട്രെയിലർ എന്നൊക്കെ ഉള്ള ഒരു കാറ്റഗറി തന്നെ വരാം. കാരണം അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ട്രെയിലർ എഡിറ്റ്. ഞാൻ മാത്രമല്ല, പല എഡിറ്റേഴ്സും ട്രെയിലറിൽ ചെയ്യാൻ എത്ര ഇരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ മലയാളത്തിൽ തന്നെ വന്നിരിക്കുന്ന നല്ല ട്രെയിലേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എനിക്കിപ്പോൾ ട്രെയിലർ ചെയ്യുന്നതുകൊണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത് ചെയ്യാൻ. എഡിറ്റർ മാത്രമല്ല, ട്രെയിലർ മ്യൂസിക് ചെയ്യുന്നയാളും ട്രെയിലർ സൗണ്ട് ചെയ്യുന്ന ആളും ഒക്കെ നല്ലൊരു ട്രെയിലർ ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല എഫേർട്ടാണ്. അജുമ്പൊക്കെ തോന്നാറുണ്ടോ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സെക്ഷനിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രോപ്പർ റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്നുള്ള? എഡിറ്റേഴ്സ് ആയിക്കോട്ടെ, സൗണ്ട് ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, അവരെ ഒന്നും ആരും അറിയുന്നില്ല. അല്ല, എഡിറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്ററുടെ വർക്ക് പുറത്ത് വിസിബിൾ ആയിരിക്കത്തില്ല, കാണത്തില്ല. കാരണം ഇപ്പൊ സിനിമറ്റോഗ്രാഫറൊക്കെ ആണെങ്കിൽ വിഷ്വൽ കൊണ്ട് നമുക്ക് കാണാം. എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്നേക്കുന്നത് ഇപ്പൊ ട്രെയിലറൊക്കെ പിന്നെയും എഡിറ്റ് ചെയ്തേക്കുന്നതാണെന്ന് അറിയാം. സിനിമ ഒരു രീതിയിൽ എഡിറ്റഡ് ആണ് ഒന്ന് തോന്നരുത്. കാരണം അതിൽ ഇമോഷൻസും സ്റ്റോറിയിലും ആണ് കൂടുതലും അങ്ങനത്തെ സിനിമകളാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ തല്ലുമാലയൊക്കെ പോലത്തെ സിനിമ വരുമ്പോൾ അതിൻ്റെ അകത്ത് എഡിറ്റ് കാണാം. അപ്പൊ അതൊക്കെ എഡിറ്റിംഗ് നമുക്കറിയാം, കാണാൻ പറ്റുന്ന സിനിമകൾ. പക്ഷെ അല്ലാത്ത സിനിമകളാണ് കൂടുതലും. അപ്പം അതിൽ എഡിറ്ററെ സാധാരണ ഓഡിയൻസിന് അത് എഡിറ്ററെ കാണാതിരിക്കുക, എഡിറ്റിംഗ് മനസ്സിലായില്ല എന്നുള്ളത് പറയുന്നത് തന്നെ നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്, ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ സിനിമയ്ക്കുള്ളിൽ അതറിയാൻ പറ്റും. ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും
പ്രൊഡക്ഷൻ എല്ലാവർക്കും സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എഡിറ്ററുടെ വർക്ക് എന്തായാലും അറിയാൻ പറ്റും. അതിനുള്ള റെക്കഗ്നീഷൻ സിനിമയ്ക്കുള്ളിൽ കിട്ടാറുണ്ട് എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കും. പുറത്ത് ആൾക്കാർ അറിയുന്നില്ലെങ്കിലും സിനിമയ്ക്കുള്ളിൽ കിട്ടും. ഓക്കെ, അജ്മൽ ബ്രോ വന്നത് തന്നെയാണ്, ആരും സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല, സ്വന്തമായിട്ട് പഠിച്ച് ഇത് ചെയ്ത് വന്നതാണ്. അതിൽ എന്തുമാത്രം സോഷ്യൽ മീഡിയ ബ്രോനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സോഷ്യൽ മീഡിയ ആണ് എൻ്റെ മുഴുവനായിട്ടും. എനിക്ക് നല്ല വർക്കുകൾ കിട്ടി തുടങ്ങിയത് സോഷ്യൽ മീഡിയ, ഈ കട്ട്സ്, എൻ്റെ മറ്റേ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അവിടെയുള്ള റീച്ചിന് ശേഷമാണ് എനിക്ക് എൻ്റെ പഴയ വർക്കുകളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വർക്കുകളെല്ലാം ആൾക്കാർ കണ്ടു തുടങ്ങിയതും. എന്നുവെച്ചാൽ അതിനു മുമ്പ് വരെ ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെയും ചെയ്തു തരും എന്നുള്ള മൂഡിൽ വന്നുകൊണ്ടിരുന്നാണെങ്കിലും അതിനുശേഷം നമുക്കൊരു അജ്മൽ ചെയ്ത് ഒരു സാധനം വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത് സോഷ്യൽ മീഡിയ കൊണ്ട് കാരണം മാത്രമാണ്. 100% എനിക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എനിക്ക്. സോ വാട്ട് ഡു യു തിങ്ക്, ഹൗ റെലവൻറ്റ് ഈസ് സോഷ്യൽ മീഡിയ അറ്റ് ദിസ് പോയിന്റ്? ഒരാൾക്ക് മൂവിയിലോട്ട് വരണമെങ്കിൽ ബാക്ക് എൻഡ് കണക്ഷൻസ് മാത്രം മതിയോ, അതോ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കണോ? എന്താണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന മെയിൻ ഡയറക്ടേഴ്സ് എല്ലാവരും ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പിക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈസിലി ഇത് കാണാൻ പറ്റുന്നത്, എല്ലാവരും കാണുന്നതും സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അത്രയും ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, എല്ലാവരും മൊബൈലിൽ തന്നെ ഇപ്പോൾ. അപ്പോൾ അതിൽ നല്ല കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ റീച്ച് ആവും എന്നുള്ളത് ഷുവറാണ്. അതിൽ എനിക്ക് ഡൗട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കണ്ടന്റ് വഴി തന്നെ എനിക്കറിയാം, ഞാനൊരു മോഷൻ കണ്ടന്റ് ഇടുമ്പോൾ അതിന് റീച്ച് കിട്ടാറില്ല. എന്നാൽ നമ്മൾ വിചാരിക്കാതെ ചിലപ്പം നല്ലൊരു സാധനം വരും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അപ്പം നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക് വേണ്ടത് എന്താണ്. അങ്ങനെ സോഷ്യൽ മീഡിയ എപ്പോഴും നല്ലത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള. ഇപ്പം ആൾക്കാർ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള സമയത്ത്. ഫ്യൂച്ചർ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലതാണ് എല്ലാവർക്കും സിനിമയിലേക്ക് കയറാൻ. ഒരു സെൽഫ് ബ്രാൻഡിങ് എന്തായാലും നെസസറി ആണല്ലേ ഈ കാലത്ത്? ഉറപ്പായിട്ടും. ചെയ്തില്ലെങ്കിൽ വേറെ ആരും പോസ്റ്റ് ചെയ്യും. നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ മാത്രമാണ്. സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് വർക്ക് കിട്ടുന്നതും അല്ലേ. ഇതിന് മുന്നേ ഇപ്പോൾ വർക്ക് എങ്ങനെയായിരുന്നു ബ്രോ? ലൈക്ക് ബ്രോ ഇതിലൂടെ വന്നു, പക്ഷെ എങ്ങനെയാണ് വർക്ക്സ് വന്നു തുടങ്ങി, എങ്ങനെയാണ് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങി? ഒരു മെയിൻ സ്ട്രീം മൂവീസിലോട്ടൊക്കെ അത് വേറെ ഒരു സെഗ്മെന്റ് ആണ് നമുക്കറിയാം, പക്ഷെ അവരിലോട്ട് എത്താൻ വേണ്ടി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? വേറെ ഒന്നുമില്ല. എല്ലാവരുടെ ചാൻസ് ചോദിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറകെ നടന്ന് ചോദിക്കുമല്ല. ഞാനിപ്പം അഭിനയിക്കാനൊന്നുമല്ലല്ലോ ചാൻസ് ചോദിക്കുന്നത്. അതൊക്കെ പിന്നെയും ടഫാണ്, ഒരുപാട് ടഫുള്ള കാര്യമാണ് ഒരു ആക്ടറായി പറ്റുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ അവർക്ക് എന്താ പോകാനുള്ളത്, നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാമല്ലോ. ആൾക്കാരെ മുമ്പിൽ ചെന്ന് അവരെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നൊരു ട്രൈ ചെയ്യുന്നുള്ള രീതിയിലാണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. ചെയ്യുന്ന സാധനം നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. കണ്ടന്റ് നല്ലതായിരിക്കണം. അത് 10 സെക്കൻഡ് ആണെങ്കിലും 10, 15 സെക്കൻഡ്, 30 സെക്കൻഡ് ആണെങ്കിലും ഒന്നുമില്ല, അത് കണ്ടന്റ് വെച്ച് ആൾക്കാരെ ഞെട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറ്റും മാക്സിമം. പക്ഷെ ഇരിക്കണം അതിലും, ഈ വർക്ക് ചെയ്യണ ഇത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നേരെ പോയി ചാൻസ് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്തുമാത്രം അവർക്ക് ഹെൽപ്ഫുൾ ആവൂ എന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ ഒന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കത്തുള്ളൂ. ആ ട്രൈയിൽ അവരെ വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിലോട്ട് അവർ ഡെഫിനറ്റ്ലി നമ്മളെ റെക്കമെൻഡ് ചെയ്യും. എന്നാലും അടുത്തതിലേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ഏത് വർക്കാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്ക് കയറി ക്ലിക്കാവും. അപ്പോൾ ആ ക്ലിക്കാവുന്ന വർക്ക് വഴി നമുക്ക് ചിലപ്പം, എനിക്ക് മെയിൻലി ട്രെയിലേഴ്സിന് മുമ്പ് തന്നെ എനിക്ക് ഈ എൻ്റെ കട്ട്സ് യൂട്യൂബ് ചാനൽ വഴി എനിക്ക് കുറച്ച് റീച്ച് അത് വെച്ച് എനിക്ക് കിട്ടി. അപ്പം അത് കാരണം എനിക്ക് സിനിമയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ഇതുപോലെ ചെറിയ കണ്ടന്റ് ടീസർ ഒക്കെ ചെയ്യാൻ പറ്റുമോ, അതും പൈസ അല്ല നമ്മൾ നോക്കുന്നത്, എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാൻസ് ചോദിച്ച് മെയിൻലി നമ്മുടെ പോർട്ട്ഫോളിയോ ആണ് നമ്മളെ ഡിപിക്റ്റ് ചെയ്യുന്നത്. അത് എന്തുമാത്രം നല്ലത് നമുക്ക് ആക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. അവിടെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിലപ്പോൾ പൈസ എന്ന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അവിടെ ചിലപ്പോൾ ഒന്ന് ഇച്ചിരി അയഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ ചെറിയ പൈസ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഫീൽഡിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും അല്ലേ.
എന്ന് വെച്ചാൽ ആദ്യമേ ആരും നമുക്ക് പേ ചെയ്തോണ്ട് വലിയ പേയ്മെന്റ് ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യാൻ നല്ല ടെക്നീഷ്യൻസ് ഇപ്പോൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളെ അങ്ങനെ ആർക്കും വേണ്ട. നമ്മളെന്തെങ്കിലും പുതിയ സാധനം കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് അത് നമ്മളെ മതി. നമ്മുടെ യുണീക്ക് ആണെന്ന് തോന്നിപ്പിക്കണം. അതാണ് നമ്മുടെ മെയിൻ. എന്നാലേ അജ്മൽ സാബുവിന്റെ എഡിറ്റ് തന്നെ വേണം എന്ന് ആയാലേ അജ്മൽ സാബുവിന് ഒരു വാല്യൂ ഉള്ളു. അല്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ബ്രോ, ഹൗ മച്ച് പെർഫെക്ഷൻ, നമുക്ക് എല്ലാവർക്കും ഒരു സാധനം ഉണ്ടല്ലോ, പെർഫെക്ഷനിസം. ഒരു സാധനം അങ്ങ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കും. പെർഫെക്ഷനിസത്തിലാണോ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലാണോ കൂടുതൽ ബിലീവ് ചെയ്യുന്നത്? രണ്ടും ഉണ്ട്. ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ വർക്ക് ടൈമിൽ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അത് പലപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും ഒരുപാട് നീട്ടിക്കൊണ്ടൊന്നും ഞാൻ പോകാറില്ല. നമുക്ക് മനസ്സിലാവും ഇത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം മെയിൻലി ഇവർ പ്രഷർ തരുമ്പോഴാണ് നമുക്ക് പിന്നെയും വർക്ക് സ്പീഡപ്പ് ആവുന്നതും. ആ സമയത്തായിരിക്കും നമ്മൾ രാത്രി എല്ലാം ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം പെർഫെക്ഷൻ എന്നുള്ളത് മെയിനാണ്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ പെർഫെക്ഷൻ വേണം, അല്ലെങ്കിൽ അത് പോയി. എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ടെക്നീഷ്യൻസ് ആകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എത്ര വർക്ക് ചെയ്താലും അത് തീരത്തില്ല. ഒരു സമയത്ത് സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ ഔട്ട്. എന്നാൽ മോശമാവാനും പാടില്ല. സമയം കീപ്പ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷെ ഒരുപാട് നമുക്ക് ടൈമില്ലെങ്കിൽ ഞാനൊക്കെ പിന്നെയും ഒരു 1 വീക്ക് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട വർക്ക് അപ്പം ഇറങ്ങിയില്ലേ പിന്നെ ഇറങ്ങിയിട്ട് കാര്യമില്ല. പല വർക്കുകളും അപ്പം അത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്ന വർക്കിന് ശേഷം പിന്നെയും പ്രോസസ്സ് ഉണ്ടല്ലോ. റിലീസ് ഡേറ്റ് ഇന്നാണെന്ന് പറഞ്ഞ് അതിന്റെ തലേദിവസം കൊടുക്കാൻ പറ്റില്ല ട്രെയിലറൊക്കെ. അതിന് ശേഷം മ്യൂസിക് ചെയ്യണം, സൗണ്ട് ചെയ്യണം, മിക്സ് ചെയ്യണം, ഗ്രേഡ് ചെയ്യണം, VFX ചെയ്യാനുണ്ടാവും, ടൈറ്റിൽ ചെയ്യാനുണ്ടാവും. ഇത്രയും ആൾക്കാരെ നോക്കി അവിടെ പാളിപ്പോവാതെയും നോക്കണം, നമ്മുടെയും പാളിപ്പോവാതെ. അത്രയും മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്നാലും ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് കണ്ട് വൃത്തിയാക്കി റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഏത് പോയിന്റിലാണ് ലൈക്ക് ഇത് മതി എന്ന് ഒരു സ്റ്റോപ്പ് കൊണ്ടുവരുന്നത്? അതിനാരെങ്കിലും വേറെ ആരെങ്കിലും വെച്ച്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരു അസിസ്റ്റന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സീനിയർ കാണും, ആരെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ഇടുന്ന ആരെങ്കിലും ഉണ്ടാവും. ഞാൻ വീട്ടിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യും, വീട്ടുകാരെ കാണിക്കും. അതല്ലാതെ വേറെ ഈ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു രീതിയിൽ ഇതൊന്ന് അയച്ചു കൊടുത്ത് നോക്കാം, ചിലപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഔട്ട് എടുത്ത് കൊടുക്കുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞു പക്കയായി ഇനി ഔട്ട് എടുത്ത് കൊടുത്താൽ അവർക്ക് വർക്ക് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെ അങ്ങനെ വർക്ക് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് എത്തുമ്പോൾ ഇനിയൊന്ന് അയച്ചു നോക്കാം, വർക്കായി ഡയറക്ടർക്ക് ഓക്കെ പറഞ്ഞാൽ സന്തോഷം എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ അത് ഓക്കെ പറഞ്ഞാൽ ഹാപ്പി, അല്ലെങ്കിൽ വീണ്ടും വർക്ക്. അജ്മൽ ബ്രോ, സ്റ്റാർട്ടിങ് സ്പോട്ട് എഡിറ്റിംഗ് വെച്ചിട്ടായിരുന്നു പറഞ്ഞില്ലേ? അപ്പോൾ വാട്ട്സ് എ വർക്ക് ഫ്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്പോട്ട് എഡിറ്റ് ആൻഡ് എ നോർമൽ എഡിറ്റ് ആൻഡ് എ ട്രെയിലർ എഡിറ്റ്? ഞാൻ ട്രെയിലർ എഡിറ്റിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. ട്രെയിലറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനത്തിന് നമ്മൾ ഉണ്ടാക്കുകയാണ്. സ്പോട്ട് എഡിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരിക്കണം. ആ സമയത്ത് കാൽക്കുലേഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഫൈനൽ അല്ല, അത് ജസ്റ്റ് അലൈൻ ചെയ്ത് വെക്കലാണ് നമ്മൾ ആ സീൻ. അവിടെ ഷൂട്ട് സമയത്ത് അതിൽ എന്തെങ്കിലും ഫുട്ടേജ് മിസ്സിംഗ് ഉണ്ടോ, കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ഉണ്ടോ, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പോട്ട് എഡിറ്റ്. അതൊരിക്കലും കണ്ടിന്യൂറ്റി, ഈ ഇമോഷൻ കണ്ടിന്യൂറ്റി ഒന്നും അതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഷോട്ടിൽ ജമ്പ് ഉണ്ടോ, ജെർക്കുണ്ടോ, ആക്സിസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും എടുത്താൽ ബെറ്റർ ആവുമോ, അതൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് എഡിറ്റ് ഉള്ളത്. അതിലൊരിക്കലും ഫൈനലല്ല, അത് ജസ്റ്റ് ഒരു റഫ് മാത്രമാണ്. നോർമൽ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഫുട്ടേജസ് കിട്ടിയേക്കുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് നമുക്ക് കൊടുക്കണ്ടേ. അതിൽ സ്പോട്ട് എഡിറ്റ് അല്ല. സ്പോട്ട് എഡിറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് റഫ് ഒരു സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കണം, അതിന് സമയമുണ്ട്. സ്പോട്ട് എഡിറ്റിൽ സമയം ഉണ്ടാവില്ല. സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്പോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ഐഡിയ എങ്കിലും കൊടുക്കണം. അപ്പോൾ ഡയറക്ടറും നമുക്കും ഇൻപുട്സ് പറയാം, ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഷോട്ട്, അതിനുള്ള ഓപ്ഷൻ ഉണ്ട് സ്പോട്ട് എഡിറ്ററിന്. ഇങ്ങനെ സജഷൻസ് പറയാൻ പറ്റും. അതെ, സ്പോട്ട് എഡിറ്റേഴ്സിന് ഉറപ്പായിട്ടും പറയാം. സ്പോട്ട് എഡിറ്റേഴ്സിനെ പറയാൻ പാടും. അജ്മൽ ബ്രോ, നമ്മുടെ കുറേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് എഡിറ്റിലോട്ട് കയറാൻ ഈ സ്പോട്ട് എഡിറ്റിംഗ് ആണോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ? സ്പോട്ട് എഡിറ്റിംഗ് നല്ല ഓപ്ഷനാണ്. പക്ഷേ സ്പോട്ട് എഡിറ്റിംഗ് ബിഗിനർ എന്നുള്ള രീതിയിൽ സ്പോട്ട് എഡിറ്റിംഗ് ആരെങ്കിലും കൂടെ സ്പോട്ട് എഡിറ്റിംഗ് അസിസ്റ്റ് ചെയ്തിട്ട് വേണം സ്പോട്ടിലേക്ക് കയറാൻ. കാരണം ഞാൻ അറിയാതെ പെട്ടുപോയത് ആദ്യത്തെ ഫിലിം സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് കയറിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സ്പോട്ട് എഡിറ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ കിട്ടത്തില്ല. വേറൊരാളുടെ കൂടെ ഒരു പടമെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 ദിവസം നിന്നാലും മതി, മനസ്സിലാവും എന്താണ് അവിടെ വർക്ക് ഫ്ലോ നടക്കുന്നത്.
ഇപ്പം ഒരുപാട് ടെക്നിക്കൽ ഇത് വന്നിട്ടുണ്ട്, സ്പോട്ട് എഡിറ്റിംഗിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ കേബിൾ ത്രൂ വരെ പോലും കണക്ട് ചെയ്യണ്ട, ഓൺലൈൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാം റിസീവർ വെച്ച്. അല്ല, ഒരു ലേമാൻ ടേം, ഇപ്പോൾ എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്, 12th പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് എഡിറ്റിങ്ങിലോട്ട് കയറണം. അതിൽ സ്പോട്ട് എഡിറ്റിംഗ് എനിക്ക് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ നൗ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് സ്പോട്ട് എഡിറ്റിംഗ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡൺ. സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ മോണിറ്റർ ഉണ്ടല്ലോ, ആ മോണിറ്ററിൽ ഡയറക്ടേഴ്സ് മോണിറ്ററിന് കിട്ടുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, ആ വിഷ്വൽസ് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് വെച്ചിട്ട് അത് ക്യാപ്ചർ ചെയ്യണം. ക്യാപ്ചർ ചെയ്ത്, അല്ലാതെ അത് ഫൈനൽ അല്ല, അതിന്റെ ക്ലിപ്പ് നമ്പർ പോലും സെയിം ആയിരിക്കത്തില്ല. അത് ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് സ്പോട്ട് എഡിറ്റിംഗ്. അതിലെന്താ അത്ര വലിയ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. എഡിറ്റിംഗ് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ സ്പോട്ട് എഡിറ്റിംഗ് ഓക്കെയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. സെറ്റിലുള്ള എക്സ്പീരിയൻസും സിനിമയെക്കുറിച്ചുള്ള നോളജും വേണം, അതില്ലാതെ ഒന്നും നടക്കത്തില്ല. അതുണ്ടായിരുന്നുണ്ടെങ്കിൽ സ്പോട്ട് എഡിറ്റിംഗ് നടക്കും. പിന്നെ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കുന്നതാണ് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം സ്പോട്ട് എഡിറ്റിങ്ങിൽ നമുക്ക് എല്ലാം സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അതിൽ ക്രിയേറ്റീവായിട്ടൊന്നും ഇല്ല. ഞാൻ ഉറപ്പായിട്ടും സ്പോട്ട് എഡിറ്റിംഗിൽ നിന്ന് മാറിയത്, ഇനിയിപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് വേണ്ട, ഇനി ട്രെയിലേഴ്സ് വന്നതിന് ശേഷം ഞാൻ സ്പോട്ട് എഡിറ്റിംഗിൽ നിന്ന് മാറി. കാരണം അതിൽ നമുക്കൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യാനില്ല, അതിൽ സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്പോട്ട് എഡിറ്റിങ്ങിൽ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനൊരു കണ്ടെക്സ്റ്റ് തരാം. സ്പോട്ട് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു എഡിറ്റർ കുത്തിയിരുന്ന് അവിടെ നടക്കുന്ന ഷൂട്ടിൻ്റെ ഒരു ജസ്റ്റ് അവിടെ എന്താണ് ഷൂട്ട് ചെയ്തത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഡയറക്ടറിനെ കാണിക്കുന്നു, ഇങ്ങനെ വരും എഡിറ്റ്, ഫൈനൽ എഡിറ്റ് ഇങ്ങനെ വരും എന്ന് കാണിക്കുന്ന ഒരാളാണ് സ്പോട്ട് എഡിറ്റർ. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഓ, അതെ, അങ്ങനെയായിരുന്നു ഞാൻ പറയണ്ടേ. അല്ല, ഞാൻ ഒരു കണ്ടെക്സ്റ്റ് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി. അതാണ് സംഭവം. ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സീൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്പോട്ട് എഡിറ്റർ എഡിറ്റ് ചെയ്ത് കാണിക്കും. അതിൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യും, വീണ്ടും മുഴുവനായിട്ടല്ല, അതിൽ എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഡയറക്ടറുടെ കോളാണ്, ഫൈനൽ കോൾ ഡയറക്ടറുടെയാണ്. സ്പോട്ട് എഡിറ്റർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് സീനും ഈ സീനിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻസേർട്ട് വേണോ, അല്ലെങ്കിൽ അത് ട്രാൻസിഷൻ സ്മൂത്ത് ആണോ, അതിന് ശേഷമുള്ള സീൻ ഏതാണ്, അതും കൂടെ മെർജ് ചെയ്ത് നോക്കാം, എന്ത് വേണമെങ്കിലും ഓപ്ഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്പോട്ട് എഡിറ്ററിന് നന്നായി ഒരു എഡിറ്റിംഗ് ഗ്രാമർ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും എന്തായാലും എഡിറ്റിംഗ്. ഒരു പുതിയൊരാൾക്ക് ചെന്ന് സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അത്യാവശ്യം എഡിറ്റിംഗ് നോളജ് വേണം. ഇന്ന സീനായിട്ട് ട്രാൻസിഷൻ ആണെങ്കിലോ, അടുത്ത സീനായിട്ട് മാച്ച് ചെയ്യാനാണെങ്കിലോ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മിസ്റ്റേക്സോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ സ്പോട്ടിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നല്ലൊരു സ്പോട്ട് എഡിറ്റർ സെറ്റിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും സിനിമയ്ക്ക്. എന്തുമാത്രം ആസ് എ സിനിമാറ്റോഗ്രാഫർ ബ്രോനെ ഒരു സ്പോട്ട് എഡിറ്റർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഷൂട്ട് കഴിഞ്ഞ് സ്പോട്ട് എഡിറ്റർ റൂമിൽ പോയിരുന്ന് നമുക്ക് ഫുട്ടേജ് കാണാം. അത് മെയിൻ ഒരു ഇതാണ്. പിന്നെ അപ്പോൾ തന്നെ സീൻ കാണുമല്ലേ നമുക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന സീൻ കൗണ്ടർ ഷോട്ട്സ് എടുത്തതിന് ശേഷം കൗണ്ടർ കട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടോ, ഐസ് കറക്റ്റ് ആണോ, ലുക്ക് കറക്റ്റ് ആണോ, എല്ലാം അപ്പം തന്നെ അറിയാൻ പറ്റുമല്ലേ. ഇത് രണ്ടും സ്പ്ലിറ്റ് ആയിട്ട് റാൻഡം കണ്ടോണ്ടിരിക്കുമല്ലേ, ഓൾട്ടർനേറ്റ് ഷോട്ട്സ് മാറ്റി മാറ്റി കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എനിക്ക് കുറേ ഗുണങ്ങൾ, എനിക്ക് മാത്രമല്ല സ്പോട്ട് എഡിറ്റിംഗ് എപ്പോഴും ഗുണമുള്ള കാര്യമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്പോട്ട് എഡിറ്റർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആസ് എ സിനിമാറ്റോഗ്രാഫർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആസ് എ സിനിമാറ്റോഗ്രാഫർ, ആക്ടർ, ഡയറക്ടർ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു സ്പോട്ട് എഡിറ്ററിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഈ എല്ലാ ക്രൂ ആയിട്ടും കുറച്ചുകൂടെ മിങ്കിൾ ആവാനുള്ള ചാൻസും കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അത് പക്ഷെ പണിയുണ്ടാവും നല്ല പുള്ളിക്ക്. അതിൻ്റെ പണി തീർത്തിട്ട് മിങ്കിൾ ആവാനുള്ള സമയം ഉണ്ടാവും. നല്ല ടാസ്ക് ആയിരിക്കും ഷൂട്ടിൻ്റെ സമയത്ത്. എപ്പോഴും ഓക്കെ അല്ലാത്ത ഷോട്ട്സ് പോലും പ്ലേസ് ചെയ്ത് നോക്കേണ്ടി വരും, ബെറ്റർ റിയാക്ഷൻസും. ഓക്കെ, നൈസ്. ബ്രോ, ഈ റീസെൻ്റ്ലി ബ്രോ സ്പടികം ട്രെയിലർ റീഎഡിറ്റ് ചെയ്തു ട്രെയിലർ. അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ആ പഴയ നമ്മൾ കണ്ട സ്പടികം എന്നുള്ള മൂവി നമുക്ക് എപ്പോഴും ഒരു സംഭവമാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ കിട്ടിയപ്പോൾ വാട്ട് വാസ് യുവർ ഫീലിംഗ് റാദർ ദാൻ ദി യൂഷ്വൽ മൂവീസ് വിച്ച് യു ആർ ഡൂയിങ്? ആ പഴയ ഒരു സാധനം കിട്ടിയപ്പോൾ അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിലെന്തൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം എന്ന് വെച്ചു, അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇപ്പോൾ റീ റിലീസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. സ്പടികമാണ് അതിൻ്റെ ഒരു തുടക്കമായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. സ്പടികം റീ റിലീസ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയിലർ മാത്രമല്ല, അത് റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ മൂവി. അതിൽ പണ്ടില്ലായിരുന്ന സമയത്ത്, പണ്ടൊക്കെ ഇപ്പോൾ റാമ്പിങ്ങും പരിപാടിയൊക്കെ വളരെ കുറവാണ്. എഫക്ട്സും ഫൈറ്റിലൊക്കെ ചില പഞ്ചൊന്നും കൊള്ളുന്നില്ല, അതൊക്കെ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഫൈറ്റൊക്കെ ഫുള്ള് റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസിൽ ഇൻസേർട്ട് ഷോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റീ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അത് ഫുൾ സിനിമ റീ എഡിറ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ അവര് ചെയ്തു വെച്ചത് മുഴുവനായിട്ട് മാറ്റാനല്ല,
ഈ പറഞ്ഞ ചില എറേഴ്സ് ഉണ്ടാവുമല്ലോ അന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ, അത് ഭദ്രൻ സാറാണ്. അത് ഇപ്പോഴും അത് തന്നെ ഭദ്രൻ സാറിന്റെ കൂടെ ഇരുന്നിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പോൾ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അത് മെയിൻലി എന്ന് വെച്ചാൽ ഫിലിം മുഴുവൻ റിക്കവർ ചെയ്തിട്ട് എടുക്കുവാണ്. ഫിലിം ആയതുകൊണ്ട് തന്നെ അതിന് ഇതുണ്ട്, പിക്സൽസ് അല്ലല്ലോ, അത് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ് അതിന്റെ മെയിൻ. അപ്പോൾ അതിന്റെ സൗണ്ട് ക്വാളിറ്റി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അത് സൗണ്ട് ഫുള്ള് റീവർക്ക് ചെയ്തു, സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ഒക്കെ. മ്യൂസിക്കൊന്നും ഒരുപാട് പഴയതിൽ നിന്ന് മാറിയിട്ടൊന്നും ഇല്ല, എന്നാലും കുറച്ചുകൂടെ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് റിക്കവർ ചെയ്ത് അത് ഡിജിറ്റലിലേക്ക് ആക്കുന്നത് തന്നെ നല്ല രസമുള്ള പരിപാടിയാണ്. അതിനുശേഷം അതിന്റെ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ സ്പടികത്തിന്റെ ഒക്കെ ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ സിനിമ ചെയ്യുന്നത് പോലെ അല്ല. കാരണം ഇത് ചെയ്തു വെച്ചൊരു സാധനം ഫുള്ളായിട്ട് 4K ഡോൾബി അറ്റ്മോസിലേക്ക് മാറ്റിയിട്ടാണ് തിയേറ്ററിലേക്ക് ഇറങ്ങി. അറ്റ്മോസിലാണ് ചെയ്തേക്കുന്നത് ഫൈനൽ മിക്സ്. അത് അത്യാവശ്യം നല്ല സമയമെടുത്തു. ആദ്യത്തെ റീ റിലീസ് അതായിരുന്നു എനിക്ക് തോന്നുന്നു. സ്പടികം ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അത്യാവശ്യം നമ്മൾ ഒരു 1 ഇയറോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലായിരുന്നു അതിന്റെ ഫുൾ പ്രോസസ്സ്, പ്രസാദിലായിരുന്നു ലാബിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും ചെയ്തെടുക്കണം. അതിലെ ഗ്ലിച്ചൊക്കെ കളഞ്ഞ് പല സാധനങ്ങളും മാറ്റി അതൊക്കെ ഇപ്പോൾ VFX അവിടുന്ന് തന്നെ അവർ തന്നെ ചെയ്തു തരും. VFX-നൊന്നും കൊടുക്കണ്ട, അവർ തന്നെ പ്രസാദിൽ നിന്ന് അവരുടെ ഒരു ടീം തന്നെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. റീ റിലീസിന് വേണ്ടിയില്ല, പഴയ ഫിലിം റിക്കവർ ചെയ്ത് 4K ഡിജിറ്റലിലേക്ക് ആക്കുന്ന. അതിൻ്റെ ഒന്നും ഫൈനൽ കോപ്പി അത്ര ക്വാളിറ്റി ഉള്ളതൊന്നും അവരുടെ ഉണ്ടാവില്ല. ഫിലിം ആയിരിക്കും ഉണ്ടാവും. ആ ഫിലിമിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഏതാണ് വേണ്ട എടുക്കാമല്ലോ. അത് അങ്ങനെ ഒരു ടീം പ്രസാദിൽ ഉണ്ട് ചെന്നൈയിൽ. അജ്മൽ ബ്രോ, ഇപ്പോൾ ഒരു പുതിയ എഡിറ്റർ എഡിറ്റിങ്ങിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മൂവി ഈസ് എക്സ്ട്രീം, ഓക്കെ, എക്സ്ട്രീം കേസാണ്. അതല്ലാതെ ഏതൊക്കെ രീതിയിൽ ഒരു ഏർണിംഗ് സോഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും? ഏർണിംഗ് സോഴ്സ് എഡിറ്റർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ഏർണിംഗ് ഉണ്ടാക്കാം. പിന്നെ കണ്ടന്റ് നമുക്ക് ഓൺലൈൻ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം വരുമാനം യൂട്യൂബിൽ നിന്ന്. അത് ആ സമയത്താണ്. ഇപ്പം എനിക്കറിയത്തില്ല യൂട്യൂബിൽ എങ്ങനെയാണ്, കാരണം ഇപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയി യൂട്യൂബ്. ഇപ്പോഴല്ല, 2-3-4-5 വർഷമായിട്ട് സ്ട്രിക്റ്റ് ആണ്. എനിക്ക് അത്യാവശ്യം എൻ്റെ വീഡിയോസിൽ നിന്ന് ഏർണിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത്. വേറെ വർക്കുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ആ സമയത്ത് അത്ര ഒരുപാടൊന്നും അല്ല, കാരണം കണ്ടന്റ് ചെറുതല്ലേ, 1 minute 30 second ഒക്കെ വീഡിയോസ് അല്ലേ. അത് നല്ലൊരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം ത്രൂവും നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പം നല്ല കുറേ മോഡലിംഗ് വീഡിയോസും പോർട്രേറ്റ് ഫാഷൻ ഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ഷൂട്ട്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യം ഫ്രീ ആയിട്ട് ചെയ്യുക, പിന്നെ ആൾക്കാർ ഉറപ്പായിട്ടും വിളിച്ചോളും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പോൾ സ്കോപ്പ് ഉള്ളതാണ് പല ബ്രാൻഡിന് വേണ്ടിയിട്ടും കണ്ടന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചെറിയ റേറ്റിൽ നമ്മൾ ചെയ്തു തുടങ്ങുക, ഷൂട്ട് ചെയ്യണം. ഞാൻ സാധാരണ ഷൂട്ടും എഡിറ്റും കൂടെ ഒരു പാക്കേജായിട്ട് പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഏർണിങ്ങിന് അതൊക്കെ അത്യാവശ്യം സിനിമയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ത്രൂ ഏർണിംഗ് ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് പേരുണ്ട്. കുറെ പേര് സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പോൾ വെഡിങ് ചെയ്യുന്നതായിരിക്കും. അതെ, ഞാൻ വെഡിങ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെഡിങ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ്, ഷൂട്ടല്ല, ഷൂട്ടും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വെഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ കാര്യം കട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലേ? അതെ, ഇമോഷൻസ് പരിപാടികളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. വലിയ സംഭവങ്ങളല്ലേ വെഡിങ്ങിൽ നമുക്ക് ഫുട്ടേജ് വർക്ക് ചെയ്തെടുക്കാൻ നല്ല രസം. അതിലുള്ള ഇമോഷൻസും ഒക്കെ അത്യാവശ്യം വെറൈറ്റി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് എഡിറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും ഒരു ഏർണിംഗ് സോഴ്സ് സൈഡിൽ റെഡിയാക്കാനും പറ്റും. അതിൽ ഒരു കുറച്ചിലോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, വെഡിങ് നല്ലൊരു ഫീൽഡാണ്, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഫീൽഡാണ് വെഡിങ്. വെഡിങ് എഡിറ്റേഴ്സ് എന്ന് പറയുന്നതിന് അത്ര വലിയ ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വെഡിങ് മൊത്തത്തിലുള്ള എടുക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിംഗ് ചെയ്യും, ഉറപ്പായിട്ടും. ഓക്കെ. ആസ് എ സിനിമാറ്റോഗ്രാഫർ, അപ്പോൾ സിനിമാറ്റോഗ്രാഫിയിലോട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഏർണിംഗ് ഓപ്ഷൻസ് ഉണ്ട്? സിനിമാറ്റോഗ്രാഫി ഇത് പറഞ്ഞ എനിക്ക് സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാനേ ഉള്ളൂ. ബ്രാൻഡിങ് ചെയ്യുക, ആഡ്സ് ചെയ്യാം, പിന്നെ സ്വന്തമായിട്ട് എന്തായാലും കുറച്ച് കണ്ടന്റുകൾ ചെയ്യണം. അതിനെന്തായാലും നമ്മൾ പൈസ അതിനുവേണ്ടി മുടക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ക്യാമറ എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഗ്രേഡ് ചെയ്യാനാണെങ്കിലും നല്ല ടെക്നീഷ്യൻസിനെ കൊണ്ട് ഗ്രേഡിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കുക, എഡിറ്റ് ചെയ്യിപ്പിക്കുക, കണ്ടന്റ് നമ്മൾ ഷൂട്ട് ചെയ്യുക. സിനിമാറ്റോഗ്രാഫി അറിയാമെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല നീറ്റായിട്ട് ചെയ്ത് നമ്മുടെ തന്നെ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക, നമ്മുടെ പേജിലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും പേജ് റീച്ചുള്ള പേജുകൾ നോക്കി അപ്രോച്ച് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്യുക. അതുവഴി എന്തായാലും റീച്ച് കിട്ടിയാൽ
നമുക്ക് നല്ലതല്ലേ, ആൾക്കാർ വിളിക്കും, അത് കണ്ടിട്ട് വർക്ക് വരാം. ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒരു വർക്കൊക്കെ വരത്തുള്ളൂ, ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ പതുക്കെ പതുക്കെ ആ വർക്കും നന്നായിട്ട് കൊടുക്കണം. അത് പൈസയ്ക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം, പതുക്കെ പതുക്കെ കിട്ടിക്കോളും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ കിട്ടുന്ന പൈസയിൽ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ നമുക്ക് ഇന്ന ഞാൻ ചെയ്തു, ഇതിൽ കൂടുതൽ ഞാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ വർക്ക് കുറച്ച് വേണം നമ്മുടെ കയ്യിൽ കാണിക്കാൻ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരും, ഇവന് വർക്ക് കൊടുത്താൽ ഓക്കെയാണ്, സേഫാണ്. നമ്മുടെ ഈ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം ചീത്ത കാര്യം ഇതാണ്, നമുക്ക് വർത്തമാനത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയും ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യും, അത് അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ ആ വർക്ക് കാണിച്ചിട്ടായിരിക്കും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ആദ്യം ചോദിക്കുന്ന വർക്ക് കാണിക്കും, ഷോറിയിലേക്ക് അല്ലേ. ആ ഷോറിയിൽ നമ്മുടെ ബെസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മുന്നേ ഇരിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് വർക്ക് തരാൻ വേണ്ടി. അജ്മൽ ബ്രോ, ഹൗ ഡു യു വാണ്ട് ടു ബി നോൺ ആസ് എൻ എഡിറ്റർ ഓർ ആസ് എ സിനിമാറ്റോഗ്രാഫർ? ആണ് എനിക്ക് ആൾക്കാരെ അറിയണം എന്നാണ് എനിക്ക് ആഗ്രഹം. ടെക്നീഷ്യൻ വാട്ട് റെസ്പെക്ട്? സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ, എന്നാൽ ഫിലിം മേക്കർ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. എഡിറ്ററും സിനിമറ്റോഗ്രാഫറൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. സാധാരണ ആൾക്കാർക്ക് തന്നെ അറിയാവുന്ന എഡിറ്ററായിട്ടായിരിക്കും, സിനിമറ്റോഗ്രാഫറായിട്ട് പിന്നെയും സിനിമയ്ക്കുള്ളിൽ ഉള്ള പലർക്കേ അറിയുള്ളൂ. എനിക്കിങ്ങനെ ടെക്നീഷ്യനായിട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം 5 years from now, how do you want to be known as? അജ്മൽ സാബു താഴെ എന്തെഴുതണം? എഡിറ്റർ വേണോ, സിനിമാറ്റോഗ്രാഫർ മാത്രം വേണമെന്നുണ്ട്, സിനിമാറ്റോഗ്രാഫർ എന്നും വേണമെന്നുണ്ട്, ഫിലിം മേക്കർ എന്ന് വേണമെന്നുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും എന്നുവെച്ചാൽ. പക്ഷെ എന്നുവെച്ചാൽ എങ്ങനെയാണ് അറിയപ്പെടേണ്ടതിനേക്കാളും മുകളിൽ നല്ല വർക്കുകൾ കയ്യിലുണ്ടാവണം 5 years later എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കാൻ. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ എല്ലാ രീതിയിലും ആൾക്കാർക്ക് വർക്കാവുന്ന കുറച്ച് വർക്കുകളും കൂടെ ചെയ്യണം എന്നുണ്ട്. കുറച്ച് വർക്കുകളും കൂടെ അല്ല, ഇനിയും ചെയ്യണം. 5 years later കുറച്ച് ഇനിയും നല്ല വർക്കുകൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വാട്ട് യു തിങ്ക്, ഹൗ മച്ച് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന ക്രാഫ്റ്റ് സിനിമാറ്റോഗ്രാഫർ അജ്മലിനെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരുപാട്. ഞാൻ ഒരിക്കലും സിനിമാറ്റോഗ്രാഫി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ സിനിമാറ്റോഗ്രാഫി ഫീൽഡിലേക്ക് വന്ന ആളാണ്. എഡിറ്റിംഗ് തന്നെയായിരുന്നു ഫുൾ ടൈം. ഞാൻ എഡിറ്ററായിട്ട് പിന്നെ പതുക്കെ അങ്ങനെ മൂവ് ചെയ്ത് പോകാം ഇൻഡസ്ട്രിയിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. എനിക്ക് എഡിറ്റിംഗ് സൈഡിലാണ് കൂടുതൽ വർക്കുകൾ വന്നുകൊണ്ടിരുന്നത്. ഒരു രീതിയിലും പ്രതീക്ഷിക്കാതെയാണ് ലാൽജോ സാറ് എൻ്റെ ട്രെയിലർ എഡിറ്റ് കണ്ടിട്ട് ലാൽജോ സാറ് വിളിച്ച് ക്യാമറ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും നമുക്ക് ആർക്കും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് ഒരു എഡിറ്റിംഗ് അറിയാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അത്ര വലിയ ഇതായിട്ട് എനിക്കിപ്പോഴും ഞാൻ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ പുതിയ കാര്യങ്ങൾ. എഡിറ്റിങ്ങും അങ്ങനെ പ്രോപ്പറായി എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കോൺഫിഡൻസ് കുറച്ചുകൂടെ മറ്റേ സിനിമാറ്റോഗ്രാഫിയിൽ എനിക്ക് അത്ര ഇതില്ല. അതിപ്പോൾ ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഞാൻ ഇതുവരെ സിനിമാറ്റോഗ്രാഫിയിൽ ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എഡിറ്റിംഗ് ആണ് എനിക്ക് എല്ലാം കൊണ്ടും എപ്പോഴും ഫുൾ ടൈം ഞാൻ വർക്ക് ചെയ്യുന്ന എഡിറ്ററായിട്ടാണ്. ഷൂട്ടുള്ളപ്പോൾ മാത്രമേ ഞാൻ ക്യാമറ ചെയ്യുന്നുള്ളൂ, അല്ലാത്തപ്പോഴും ഇന്നിപ്പോൾ പോയിട്ടാണെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ട്രെയിലറും അല്ലാതെ ആഡ്സും ഒക്കെ ആയിട്ട് എപ്പോഴും എഡിറ്റിലാണ് കൂടുതലും. എപ്പോഴും എഡിറ്റ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്യുമ്പോൾ വേണ്ട ഷോട്ട്സ് എടുത്താൽ മതി ആ സമയത്ത്. അല്ലെങ്കിൽ അത്രയും നമുക്കറിയാം ഇത് കഴിഞ്ഞ് ഏത് ആക്സസ് വേണം, അത് മാറ്റണം. എഡിറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നിൽക്കാറുള്ളത്. ഞാൻ സിനിമാറ്റോഗ്രഫി എന്നാണ് എഡിറ്റിംഗ് പഠിച്ചത്. അതുപോലെ ബ്രോ എഡിറ്റിംഗ് എന്നാണ് സിനിമാറ്റോഗ്രഫി പഠിച്ചത്. അപ്പോൾ അതിൽ ഡിഫറൻസ് ലൈക്ക് ഒരു ക്യൂ ഇട്ടിട്ടായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആംഗിൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത്ര തൊട്ട് ഇത്ര പറഞ്ഞിട്ട് അടുത്തത് വേറെ ഈ ആംഗിളിൽ വെക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്ന് സംസാരിക്കുക. സീൻ എന്ന് പറഞ്ഞാൽ ഏത് സീൻ വേണം? ഇപ്പം എന്തേലും പ്രേമലു ആയിക്കോട്ടെ. പ്രേമലുവിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സീനായിട്ട് പറയാനായിട്ടല്ല ഞാൻ പറയുന്നത്. ചില സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ സമയം ഉണ്ടാവില്ല, ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം. 2 ക്യാമറ ഉണ്ടാവും ആ ദിവസമൊക്കെ. ഇത്ര ടൈറ്റായിട്ട് പോകുമ്പോൾ 2 ക്യാമറ ഉണ്ടാവും. പ്രേമലുവിലെ പബ് സീക്വൻസ് നമ്മൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ തീർത്തതാണ് ആ സീക്വൻസ്. ഇത്രയും വലിയ സീനാണ്. അപ്പം അത് എടുക്കണമെങ്കിൽ ആ സമയത്ത് സമയമില്ല. നമുക്ക് 2 ക്യാമറ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ ലെൻസ് ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 35 മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാമറ ഫീൽഡ് വരും. ആ സമയം നമ്മൾ 85ഉം 50ഉം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ഷോട്ട്സിന്, 2 ക്യാമറ ഒരുമിച്ച് റോൾ ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ആസ് എൻ എഡിറ്റർ രീതിയിലുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും കൗണ്ടർ എടുത്ത് പ്രോപ്പർ ഡയറക്ടർ ഹാപ്പി ആവണം പെർഫോമൻസിൽ, അതിനുള്ള സ്പേസ് കൊടുക്കും.
പെട്ടെന്ന് അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 10 ഷോട്ട് എടുക്കേണ്ടടുത്ത് സമയമില്ലാത്തപ്പോൾ ചിലപ്പോൾ 4-5 ഷോട്ടിൽ അത് 10 ഷോട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യും. അത് വെച്ചാൽ ആ സമയം കൊണ്ട് നമ്മൾ വീണ്ടും അത് ഒരു ക്യാമറ വെറുതെ ഇരിക്കത്തില്ല, നമ്മൾ എടുക്കും എങ്ങനെയെങ്കിലും സേഫ് സൈഡ്. സമയം ഉണ്ടെങ്കിൽ വൃത്തിയായിട്ടും എടുക്കും, അല്ലെങ്കിൽ സമയം അല്ലാതെ പോയിട്ടുള്ള പല ഷോട്ടുകളും നമ്മൾ സെക്കൻഡ് ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ള സേഫ് സൈഡ് എടുക്കാൻ വെച്ചിരിക്കുന്ന മെയിൻ ഒരു ഷോട്ട് പോലും മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പ്രേമലുവിൽ, ഈ പബ് സീക്വൻസിലൊക്കെ. അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ സീക്വൻസിൽ, ക്ലൈമാക്സ് ഫൈറ്റ് അല്ല, ക്ലൈമാക്സ് ചേസ് ഉണ്ടല്ലോ, അതൊക്കെ പ്രോപ്പർ ഞാനും ഗിരീഷും കൂടി ഇരുന്ന് ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. കാരണം അതിന് നമുക്കറിയാം അതില് ചേസിനേക്കാളും മുകളിൽ അവരുടെ തമ്മിലുള്ള ഡയലോഗ്സ് ഒരുപാടുണ്ട്. റീനു, സച്ചിൻ, നസ്ലിൻ, മമിതയുടെ ഡയലോഗ്സും പിന്നെ ഫ്രണ്ടിലുള്ള ഹ്യൂമർ, ബാക്കിലെ ഹ്യൂമർ, അത് പ്രോപ്പർ ഷോർട്ട് ഡിവിഷൻ ചെയ്താലേ നടക്കത്തുള്ളൂ. അതും എനിക്ക് തോന്നുന്നത് എഡിറ്റിന്റെ ഒരു രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വന്നിരിക്കുന്നുള്ള പ്രപ്പോസൽ കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ടിൽ സ്കിഡ് ചെയ്ത് വന്ന് വണ്ടി നിർത്തുന്നതും അതൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മൂവിയിൽ കുറേ അധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. ലൈക്ക് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റിൽ ഡയറക്ടർ തന്നെയാണ് എഡിറ്റർ, അതുപോലെ തന്നെ എഡിറ്റർ തന്നെയാണ് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ നമ്മൾ പല സെഗ്മെന്റിൽ ചിന്തിച്ചിട്ട് ചിലപ്പോൾ അത് നമ്മുടെ വർക്കിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? മുകുന്ദൻ ഉണ്ണിയിൽ എൻ്റെ ട്രെയിലറിന്റെ കാര്യമല്ലേ പറയുന്നത്? അല്ല, അത് മെയിൻ ഡയറക്ടർ തന്നെ എഡിറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളി അത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണമല്ലോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും പുള്ളിയുടെ ഒരു വിഷൻ വേറെ തന്നെയാണ്. ട്രെയിലർ കാണിക്കുമ്പോൾ ആള് തരുന്ന റിവ്യൂ കേൾക്കുമ്പോൾ മനസ്സിലാവും ആൾക്ക് കറക്റ്റ് ഐഡിയ ഉണ്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള. ആള് പറയുന്ന കറക്ഷൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയുള്ളൂ. അതിന്റെ ട്രെയിലർ എഡിറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു ലൈക്ക് മൈൻഡിൽ എന്തായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്? എനിക്ക് അഭിനവിനെ നേരത്തെ മുതലേ അറിയാം, ഞാൻ കട്ട്സ് ചെയ്യുന്നത് മുതലേ എനിക്കറിയാം. ആള് ഞങ്ങളെപ്പോഴും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിലും അല്ലാതെ സംസാരിക്കാറുണ്ട്. അപ്പം ആൾ അത്യാവശ്യം നല്ല എഡിറ്ററാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗോതയാണെങ്കിലും ആനന്ദമാണെങ്കിലും ആള് ചെയ്തിരിക്കുന്ന ഫിലിംസ് നല്ല രീതിയിൽ ആള് എഡിറ്റ് വൈസ് എങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് കാണുമ്പോൾ നമുക്ക് പടത്തിന്റെ ഫസ്റ്റ് കട്ട് കാണുമ്പോൾ മനസ്സിലാവും ആളെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പുതിയൊരു ഫ്രഷ് സാധനം, എൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറുന്നതാണെങ്കിലും എൻ്റെ നറേറ്റീവ് ആണെങ്കിലും ഒരാൾ സിംഗിൾ ക്യാരക്ടറിന്റെ കഥ പറയാൻ ഭയങ്കര പാടാണ് സ്റ്റാർട്ട് ടു എൻഡ്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവി ഒരു എഡിറ്റേഴ്സ് മൂവിയാണ്. ഉറപ്പായിട്ടും അത് പുള്ളി അങ്ങനെ ട്രെൻഡ് പുള്ളി ആണ് കൊണ്ടുവരുന്നത്. ഇപ്പം അൽഫോൺസ് പുത്രനൊക്കെ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന പോലെ ഇങ്ങനൊരു ട്രെൻഡ് കൊണ്ടുവരുന്ന അൽഫോൺസ് പുത്രൻ ഒരു എഡിറ്ററാണല്ലോ. അതുപോലെ ആളുടെ ഒരു പുതിയൊരു സാധനമുണ്ട്, അത് പുള്ളിക്കേ പറ്റുള്ളൂ. ട്രെയിലർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു എഡിറ്ററെ ഞെട്ടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം നമ്മൾ അത് ഇരുന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുന്ന ആളും ഒരു എഡിറ്ററാണ്. നമ്മൾ ഭയങ്കര സില്ലി ആയിട്ടുള്ള ഗിമ്മിക്സ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും അതിലുണ്ട്. ഇതിനുള്ളിൽ പല മാച്ച് കട്ട്സും പല ഇതുപോലെ ചെറിയ ഗിമ്മിക്കും ടൈറ്റിൽ വരുന്നതൊക്കെ ഉണ്ട്. കുറേയൊക്കെ ആളുടെ ഇൻപുട്ടും ഉണ്ട്, ഞാൻ ചെയ്തതും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് പുള്ളി വീട്ടിലേക്ക് വരുമായിരുന്നു, എന്നിട്ട് കുറച്ച് കറക്ഷൻസ് പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഇരുന്ന് ലോക്ക് ചെയ്യുമായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ, നല്ല രസമാണ്. അജ്മൽ ഞെട്ടിച്ച എഡിറ്റേഴ്സ് ആരൊക്കെ, അല്ലെങ്കിൽ ലൈക്ക് കൊള്ളാം ഈ സംഭവം വെറൈറ്റി ആണ് എന്ന് തോന്നിയ എഡിറ്റേഴ്സ് മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. മലയാളത്തിൽ എനിക്ക് നേരം അൽഫോൺസ് പുത്രൻ, ആ സമയത്ത് അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യണം എനിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല എഡിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സൈജു ശ്രീധരൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് എഡിറ്റിങ്ങിൽ മലയാളത്തിൽ. ചമൻ ചാക്കോ, ചമൻ്റെ എല്ലാ വർക്കുകളും ആള് പുതിയ സാധനം ആണ് എപ്പോഴും കൊടുക്കുന്നത്. പിന്നെയുണ്ട് ഇപ്പം അഞ്ചക്കള്ള കോക്കൻ എന്ന് പറഞ്ഞ പടം എഡിറ്റ് ചെയ്ത എഡിറ്റർ, ആളുടെ വർക്കും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ മലയാളത്തിലുള്ളത് ഷമീർക്കയുടെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷമീർ മുഹമ്മദ്. പിന്നെയുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. മഹേഷ് നാരായണൻ, അങ്ങനെ സംഗീതിന്റെ വർക്ക് എനിക്ക് ഇഷ്ടമാണ്. പ്രേമലുവിൽ അഭിനയിച്ച സംഗീതിന്റെ എഡിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയുന്നില്ല, അങ്ങനെയുണ്ട് കുറേ പേര്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല വർക്കുകൾ ഇവരൊക്കെയാണ്. ഇനിയുണ്ട് കേട്ടോ. കിരൺ ദാസ് അത്യാവശ്യം ഭയങ്കര രസമുള്ള നറേറ്റീവാണ്. ഇപ്പോൾ പ്രേമലുവിൻ്റെ എഡിറ്റർ ആകാശ് നല്ലതാണ്, ആളും കുറേയൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിൽ ഭയങ്കര രസമായിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്ത്. അവരുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ലൈക്ക് ഇപ്പോൾ കിരൺ ദാസിൻ്റെ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു സാധനം പറയുമ്പോൾ വാട്ട്
ഇസ് ദാറ്റ് സംതിങ് വിച്ച് യു ലൈക്ഡ് അബൌട്ട് ദ സൈജു ശ്രീധരൻ്റെ ഒക്കെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു മൂവി അത്രയും ഫ്ലോയിൽ ആൾക്കാരെ എഡിറ്റ് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല അത് കാണുമ്പോൾ. എന്നാൽ ഒരു രീതിയിലും നമുക്കത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കളയും. അതുപോലെയാണ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഹെഡാണ്. എവിടെ മ്യൂസിക് വരണം എന്ന് വരെ തീരുമാനിക്കുന്ന ഒരു രീതി നോക്കുമ്പോൾ എഡിറ്റർ തന്നെയാണ്. കാരണം എഡിറ്ററാണ് മ്യൂസിക്കിനുള്ള ഗ്യാപ്പ് ഇടുന്നതും എല്ലാം. സൈജു ശ്രീധരൻ്റെ വർക്കുകൾ ഒരുപാട്, വൈറസ് ആണെങ്കിലും കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിലും അഞ്ചാം പാതിരയാണെങ്കിലും, അഞ്ചാം പാതിരയുടെയൊക്കെ ക്ലൈമാക്സ് ഒക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പടത്തിനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു ആ ക്ലൈമാക്സ് എഡിറ്റ്. അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ചമൻ്റെ വർക്ക്, ചമൻ ചാക്കോ ഒരു രക്ഷയില്ലാത്ത വർക്ക്. അത് എല്ലാ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അൽഫോൺസ് പുത്രനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അൽഫോൺസ് പുത്രനിൽ അൽഫോൺസ് പുത്രനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കും പുള്ളി സൗണ്ടും വിഷ്വലുമായിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള പുള്ളിയുടെ ഒരു സ്കില്ല് എനിക്ക് തോന്നുന്നു വേറെ ആരും കണ്ടിട്ടില്ല ഞാൻ മലയാള സിനിമയിൽ. ഇത്രയും പേസിൽ, അതും ചില സമയത്ത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആവും ചില എഡിറ്റേഴ്സ്. നമുക്ക് മനസ്സിലാവും ഇതിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറിക്കൊടുക്കുന്ന ചില ആൾക്കാർ ഇവരൊക്കെയാണ്. ഇപ്പോൾ അതാണ് എനിക്ക് അൽഫോൺസ് പുത്രന് തോന്നിയിട്ടുള്ളത്. ഷമീറിക്കയുടെ വർക്കുകളും ഉണ്ട്. അങ്കമാലി ഡയറീസ് ഒക്കെ ഭയങ്കര രസമായിട്ട് ആളെ എഡിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഷമീറിക്കയുടെ ആക്ഷൻ എഡിറ്ററായി മാറിയിട്ടറിയല്ലേ, ആള് നല്ല രസമായിട്ട് ചെയ്യും. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങൾ എനിക്ക് ആളുടെ ഏറ്റവും നല്ല വർക്കായിട്ട് തോന്നിയിട്ടുള്ള തണ്ണീർമത്തൻ ദിനങ്ങളാണ്. തണ്ണീർമത്തൻ ദിനങ്ങളുടെ ട്രെയിലർ നല്ല രസമാണ്. ഞാൻ ഗിരീഷിന്റെ അടുത്ത് എപ്പോഴും പറയും എന്ത് രസമുള്ള ട്രെയിലറാണത്. അതുപോലെ ചമന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ പടവും വർക്കാണ് ചെയ്തിരിക്കുന്ന. എല്ലാ പടവും ഹിറ്റാണ്. വളരെ കുറച്ച് പടങ്ങൾ എനിക്ക് അറിയത്തില്ല ഏതാണ് വർക്കാവാതെ പോയിട്ടുള്ള. അപ്പോൾ ഒരു എഡിറ്റർ പണിയെടുത്ത് കഴിഞ്ഞാൽ പടം വർക്കാവും എന്നുള്ളതിന് വലിയൊരു എക്സാമ്പിൾ ചമനാണ്. എഡിറ്റർ സെക്കൻഡ് ഡയറക്ടർ അല്ലേ? ഉറപ്പായിട്ടും എഡിറ്റർ. അത് ഇപ്പോൾ ജോ ആൻഡ് ജോ ചെറിയ പടങ്ങളാണ്, എന്നാലും എന്ത് രസമായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. 2018 ഇത്രയും വലിയ ഹ്യൂജ് പടം, ഇത്രയും VFX ഷോട്ട്സ് ഉണ്ട്, എല്ലാ ജോണറും കവർ ചെയ്തിട്ടുള്ള ഒരു എഡിറ്ററാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഐഡൻറ്റിറ്റിയും വന്നിട്ടുണ്ട്. ഇപ്പം സൂക്ഷ്മദർശിനി, മുറ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പടവും എഡിറ്റ്, അതിൽ എഡിറ്റർ അതിൻ്റെ അത് മെയിൻ റോള് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെ ചമൻ്റെ വർക്കുകൾ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ചമൻ്റെ വർക്ക് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഡയറക്ടറായി മാറുമല്ലേ അത് ഉറപ്പായിട്ടും. അത് എഡിറ്റർ വിചാരിച്ചാൽ ഒരു സീൻ വർക്കാവാത്ത സീനിനെ പോലും വർക്ക് ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റും. എന്നാൽ മോശം എഡിറ്റിങ്ങിൽ ഒരു നല്ല സീൻ കുളമാവുകയും ചെയ്യും എഡിറ്റ് മോശമാണെങ്കിൽ. എനിക്ക് ഉറപ്പായിട്ട് എഡിറ്റർ ഈസ് എ സെക്കൻഡ് ഡയറക്ടർ ഉറപ്പാണ്. അജ്മൽ ബ്രോ, ആസ് എ എഡിറ്റർ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. ലൈക്ക് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ടേബിൾ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു ആസ് എ എഡിറ്റർ അജ്മൽ സാബ് ഫോളോ ചെയ്യുന്ന കുറച്ച് ഡിസിപ്ലിൻസിനെ പറ്റി പറയാം. ഒരു 5. ഒരു ഡിസിപ്ലിനും ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ ടൈം ലൈനും എൻ്റെ ടേബിളൊക്കെ ഭയങ്കര ഉഴപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. എഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ നീറ്റായിരിക്കും, ആ പ്രൊജക്റ്റ് തീരുമ്പോഴായിരിക്കും പിന്നെ അത് ക്ലീൻ ചെയ്യുന്നത്. അത്ര വലിയ ഇതില്ല എനിക്ക് ടൈം ലൈൻ അറേഞ്ച് ചെയ്യാനും. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കറക്റ്റ് സോർട്ട് ചെയ്തിടുന്നതും വിഷ്വൽസ് ഡേറ്റ് ബൈ ഡേറ്റ് അറേഞ്ച് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു സാധനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് വർക്ക് ഫ്ലോ അല്ല പോകുന്നത്. ഞാൻ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ റെഡിയാക്കി ടൈം ലൈനൊക്കെ ആക്കി അത് സെറ്റ് ചെയ്യണമല്ലോ. കാരണം അത് ബാക്കി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെങ്കിൽ സോർട്ട് ചെയ്യണം. ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ അതെപ്പോഴും തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയാൽ കൊള്ളായിരുന്നു എന്ന്? തോന്നാറുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഓക്കെ. സോ ബേസിക്കലി നമ്മൾ എഡിറ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഓർഗനൈസേഷനും പരിപാടികളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാം? ടൈം സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓർഗനൈസ്ഡ് അത്രയ്ക്ക് അങ്ങനെ ഉഴപ്പൊന്നും അല്ല, എന്നാലും ഉണ്ട്, ഉഴപ്പുണ്ട്. ടൈം സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പോകുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നീ കോപ്പി ചെയ്ത് വേറെ ഫോൾഡറിലിട്ട് ഇവിടുന്ന് എല്ലാം കൂടെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെയിൻലി ടൈം ലൈൻ നമ്പർ ഓഫ് പ്രൊജക്ട്സ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെക്കും. അത് പ്രൊജക്ട്സ് ഇപ്പം ട്രെയിലർ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ടൈം ലൈനിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ടൈം ലൈൻ അല്ലാതെ ഈ സെലക്റ്റഡ് ക്ലിപ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. പ്രൊജക്റ്റുകളായിരിക്കും എൻ്റെ ഓർഗനൈസേഷൻ, അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്? FCP. FCP. വൈ നോട്ട് അതർ സോഫ്റ്റ്വെയർ?
ഒന്നുമില്ല, സോഫ്റ്റ്വെയർസിൽ വലിയ കാര്യമില്ല. എനിക്ക് ഡാവിഞ്ചി ഇഷ്ടമാണ്, ഞാൻ ചെയ്യാറുണ്ട്. FCP കുറച്ചുകൂടെ സ്പീഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാക്കിലായതുകൊണ്ടും കുറച്ചുകൂടെ സ്മൂത്ത്ലി എല്ലാം എൻ്റെ ഒപ്പീനിയൻ ആണ്. പല എഡിറ്റേഴ്സും പല ഈ പ്രോജക്ട്സ് പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രോജക്ട്സ് എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അത് FCP കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ പ്രീമിയർ ആയിരുന്നു ആദ്യം, മാക്കിലേക്ക് മാറിയപ്പോൾ പിന്നെ FCP എനിക്ക് വർക്കായി തുടങ്ങി. ഇപ്പോൾ പുതിയ FCP 11 അത്യാവശ്യം പിന്നെയും സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗ്രേഡിൽ പരിപാടിയൊക്കെ വരുമ്പോൾ ഡാവിഞ്ചിയിലേക്ക് ഞാനും ഈ 3 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എഡിറ്റർ പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോൾ FCP ഭയങ്കര സ്മൂത്താണ്. നമ്മൾ പിടിച്ചു വെക്കും അല്ലെ മാഗ്നറ്റിക് ടൈം ലൈൻ പരിപാടികൾ. അത് ആദ്യം മാഗ്നറ്റിക് ടൈം ലൈൻ ഒന്ന് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് ടൈം ലൈൻ വിടാനും തോന്നുന്നു. ഇല്ലാതെ പറ്റത്തില്ല. വേറെ എങ്ങനെ പിടിച്ചാലും നമുക്ക് ഡാവിഞ്ചിയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ പ്രശ്നം മനസ്സിലാവും. ഓഡിയോ സിങ്ക് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് ലിങ്കായി കിടക്കും മാഗ്നറ്റിക് ടൈം ലൈൻ ഉള്ളതുകൊണ്ട്. അതെനിക്ക് പലർക്കുമുള്ള ഡൗട്ടാണ്, ലൈക്ക് ഈ മാഗ്നറ്റിക് ടൈം ലൈൻ ശരിക്കും അതാണോ നല്ലൊരു വർക്ക് ഫ്ലോ അതോ മറ്റേതാണോ എന്ന്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് FCPയിലോട്ട് വരാൻ ഇഷ്ടമല്ലാത്ത മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ടൈം ലൈൻ ആണെന്ന്. പക്ഷേ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് FCPയിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മാഗ്നറ്റിക് ടൈം ലൈനാണ്. വാട്ട്സ് യുവർ പെർസ്പെക്റ്റീവ്? മാഗ്നറ്റിക് ടൈം ലൈൻ യൂസ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ആ ടൈം ലൈനെ യൂസ് ചെയ്യത്തില്ല. ഞാൻ അതിൻ്റെ മുകളിലേക്കായിരിക്കും ക്ലിപ്പ് ഇടുന്നത്. ഓക്കെ. അതിൻ്റെ മുകളിലേക്ക് ക്ലിപ്പ് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ടൈം ലൈനിലുള്ള മാഗ്നറ്റിക് ടൈം ലൈനിലുള്ള ആ ഇതുണ്ടല്ലോ, അതിലുള്ള ഒരു ഇൻവിസിബിൾ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഓഡിയോ സിങ്ക് ചെയ്ത് വെക്കും, കട്ട് ചെയ്ത്. അതായത് ആ മാഗ്നറ്റിക് ടൈം ലൈനിൽ ആ ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓഡിയോയും വരും. ആ ഓഡിയോയും വരും, ആ വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന എല്ലാ ഓഡിയോയും വരും. അങ്ങനെ ഓഡിയോ വീഡിയോ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഞാൻ ആ മാഗ്നറ്റിക് ടൈം ലൈൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ മെയിൻ ടൈം ലൈൻ അതാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. മാഗ്നറ്റിക് ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ വീഡിയോ എപ്പോഴും ലിങ്ക് പ്രശ്നങ്ങൾ എനിക്ക് വരാറുണ്ട്. എന്റെ രീതി അങ്ങനെയാണ്, അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. പലർക്കും പല രീതി ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ടൈം ലൈൻ 100% യൂസ് ചെയ്യുന്നില്ല. 100% എന്റെ രീതിയിൽ ഞാൻ 100% യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് അതിൽ ഇട്ട് എഡിറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ആ മാഗ്നറ്റിക് ടൈം ലൈൻ ഉണ്ടല്ലോ അതിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ആ കംപ്ലീറ്റ് സീൻ എടുത്ത് നമുക്ക് മൂവ് ചെയ്ത് അപ്പുറം വെക്കാം. അതെ, അത് നല്ലതാണ്. അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കുറേ ഓഡിയോ ട്രാക്കുകളുണ്ടാവും. ഒരു ക്ലിപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു 5-10 ഓഡിയോ ട്രാക്കുകളുണ്ടാവും. അപ്പം മാഗ്നറ്റിക് ടൈം ലൈനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഈ പ്രീമിയറിലും ഡാവിഞ്ചിയിലും എഡിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നത്തുള്ളൂ. ഈ കറക്റ്റ് ഇതിപ്പം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വന്ന് അലൈൻ ചെയ്ത് കിടന്നോളും. മാഗ്നറ്റിക് ടൈം ലൈൻ കറക്റ്റ് ഈ അലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യും, എന്നിട്ട് അത് മുകളിലേക്ക് എടുത്തിടും. ഇപ്പോൾ ആൾക്കാർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. FCP യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. പലരും പല രീതിയിലാണ്, ഞാൻ പറഞ്ഞില്ല, പലരും പല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് നമ്മൾ FCPയിൽ ഒരു ക്ലിപ്പ് എടുത്ത് നടുക്കൊണ്ട് പിടിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ മാറി തരുമല്ലോ. ഈ സാധനം ഡാവിഞ്ചിയിലില്ല. ഇല്ല. അത് പല സോഫ്റ്റ്വെയർ അല്ലേ, പല സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഡാവിഞ്ചിയിൽ അതിനല്ലാത്ത വേറെ കുറെ ഗുണങ്ങളുണ്ട്. ഡാവിഞ്ചി ഒരു എഡിറ്റേഴ്സിനെ മനസ്സിലാക്കി എല്ലാ സോഫ്റ്റ്വെയറിനും കൾമിനേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഡാവിഞ്ചി അത് മാത്രമല്ല ഫ്രീ സോഫ്റ്റ്വെയർ അല്ലേ, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഡാവിഞ്ചി വന്നതിന് ശേഷം ഒരുപാട് എഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, നല്ല കുറെ എഡിറ്റേഴ്സ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് രസമുള്ള കുറെ എഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് ഡാവിഞ്ചി മാത്രം യൂസ് ചെയ്യുന്നത്. ഡാവിഞ്ചി അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആക്കി കൊടുത്തു. അതും പക്ക പ്രൊഫഷണൽ രീതിയിൽ ഗ്രേഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ചെറിയ രീതിയിൽ VFXും ചെയ്തതിൻ്റെ, ചെറിയ രീതിയിലല്ല, ഒരു ലിമിറ്റ് വരെ നമുക്ക് എഡിറ്റ് VFX ചെയ്യാം, യൂട്യൂബ് പർപ്പസിന് വേണ്ടി അത് മതി. സൗണ്ട് ഡിസൈൻ ചെയ്യാം, അതെ എല്ലാത്തിനും ഉണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. കുറേ പേർ ഇപ്പോൾ ഡാവിഞ്ചിലോട്ട് വരുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ പീപ്പിൾ ആർ യൂസിങ് പ്രീമിയർ. എനിക്ക് പ്രീമിയറിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ തോന്നിയെന്ന് വെച്ചാൽ ക്രാഷസ്. ഒട്ടും റിലയബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രാഷ് ആകുമ്പോൾ അത് ഭയങ്കര ലൈക്ക് നമ്മുടെ ക്രിയേറ്റീവ് സാധനം അവിടെ ബ്രേക്കായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെയിം FCPയിൽ ഒരു ഭയങ്കര റിലയബിൾ ആണ്. സിസ്റ്റം ഓഫ് ആയാലും എവിടം വരെ നമ്മൾ ചെയ്തു വെച്ചോ അത് സേവ് ആയിട്ടിരിക്കും. പ്രീമിയറിൽ അങ്ങനെ ഇപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പ്രീമിയറിൽ അത് ഒറിജിനൽ സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഇപ്പോൾ വലിയ ഇഷ്യൂ, ഓട്ടോ സേവും എല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം FCP പോലെ തന്നെ ഓക്കെ ആണെന്ന്. ഓട്ടോ സേവ് ആണെങ്കിൽ തന്നെയും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെയല്ല ഓട്ടോ സേവ് ഉള്ളൂ. ലൈവ് സേവ് എന്ന ഓപ്ഷൻ എനിക്ക് ഒന്ന് പ്രീമിയറിൽ ഇതുവരെ വന്നിട്ടില്ല. അറിയില്ല, എനിക്ക് പ്രീമിയർ ഞാൻ ഇപ്പോൾ കുറേ കാലമായി, ഒരു 7-8 വർഷമായി പ്രീമിയർ യൂസ് ചെയ്തിട്ട്. ഇപ്പോഴത്തെ പ്രീമിയർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും പ്രീമിയറിലേക്ക് മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡോബി കൊണ്ടുവരുന്ന പുതിയ അപ്ഡേറ്റ്സ്, അതെ, ഫോട്ടോഷോപ്പ് മാറി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരുപാടാണ്. അപ്പം ഫസ്റ്റ് ഇനി പ്രീമിയറിലായിരിക്കും എല്ലാം വരാൻ പോകുന്നത്, എന്നിട്ടേ FCPയും ഡാവിഞ്ചി എല്ലാം വരുള്ളൂ. അപ്പം പ്രീമിയർ ഇനിയിപ്പോൾ പ്രീമിയറിൻ്റെ കുറച്ച് നാൾ
ബൂം ഉണ്ടാവും ഉറപ്പായിട്ടും. പ്രീമിയർ ഇപ്പോൾ വന്ന പുതിയ പ്രീമിയറിന്റെ അപ്ഡേറ്റ് കണ്ടില്ല, ഒരുപാട് AI ഇന്റഗ്രേറ്റ് ചെയ്തുള്ള അപ്ഡേറ്റ്സ് എല്ലാം. ഈ അഡോബി കൊണ്ടുവന്ന ജനറേറ്റീവ് AI വന്നതിന് ശേഷം വന്നിരിക്കുന്നത് ഭയങ്കര ബ്രില്യന്റ് അപ്ഡേറ്റ്സ് ആണ്. അപ്പം അത് ക്ലിപ്പ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും AI യൂസ് ചെയ്ത്. ക്ലിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാം ഈസിലി, റോട്ടോസ്കോപ്പി ഈസിയായി, സെലക്ഷൻ ഈസിയായി. അതെ. അപ്പം ഫോട്ടോഷോപ്പിലെ കാര്യം തന്നെ, ഫോട്ടോഷോപ്പാണല്ലോ എല്ലാം തുടക്കം ഇടുന്നത് എല്ലാത്തിനും. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ പ്രീമിയർ ആയിരിക്കും മെയിൻ. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഡാവിഞ്ചിയിലും കുറേ അധികം പ്ലഗിൻസ് ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എഡിറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എഡിറ്റില് കളറിങ്ങിലുണ്ട് കുറേയൊക്കെ സെലക്ഷനിൽ. സംഭവങ്ങൾ പ്രീമിയറിൽ എഡിറ്റിൽ കുറെ ഇതുപോലെ ട്രാക്കിംഗ് ഒക്കെ ഭയങ്കര പക്കയായി. ഞാൻ കുറച്ച് യൂസ് ചെയ്തു, ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടു. പുതിയ ഇതിന്റെ അപ്ഡേറ്റ്സ് ഓൺലൈൻ കണ്ടു. അത്യാവശ്യം ട്രാക്കിങ്ങും എല്ലാം ഇപ്പം പ്രീമിയറിൽ എഡിറ്റിൽ വന്നിട്ടുണ്ട്. കുറേയൊക്കെ VFXും ചെയ്യാം. FCPയിലും വന്നിട്ടുണ്ട് ട്രാക്കിങ്, പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഓക്കെ. ഹൗ ഡു യു തിങ്ക് AI എന്തുമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ആസ് എ എഡിറ്റർ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുവാണെങ്കിൽ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാലും AI എന്ന് പറയുന്നത് ഒരു സമയത്ത് ഇപ്പം അറിയപ്പെട്ട് തുടങ്ങിയെന്നേ പറയാൻ പറ്റുള്ളൂ. നേരത്തെയും ഉണ്ട് ഈ അപ്ഡേറ്റ്സ്, വലിയ വലിയ അപ്ഡേറ്റ്സ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പണ്ട് പ്രീമിയറിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. ആഫ്റ്റർ എഫക്ട്സിൽ പോയി മാനുവലി ട്രാക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യണം. സ്റ്റെബിലൈസിങ് ഒറ്റ ക്ലിക്കിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വന്നു. അതൊരു വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. അങ്ങനെ അപ്ഡേറ്റ്സ് വന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ AI എന്ന് പറഞ്ഞ ജനറേറ്റീവ് AI അഡോബി കൊണ്ടുവന്നു. മെയിൻലി വിഷ്വൽ ഇനിയിപ്പം പതുക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും എല്ലാ രീതിയിലും. എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാത്തിലും ഉറപ്പായിട്ട് AI വരും. കാരണം ഗെയിമിംഗ് ഇൻഡസ്ട്രി ആണ് ഫസ്റ്റ് വിഷ്വലിൽ വരുന്ന അപ്ഡേറ്റ്. ഗെയിം മാറുമ്പോഴാണ് വിഷ്വൽ മാറുന്നത്. ഗെയിമിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻസും ഇപ്പം നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഇല്ലേ, ഒബ്ജക്ട്സ് ഒക്കെ ഇനിയിപ്പം ഗെയിമിൽ വരുന്നതൊക്കെ റിയൽ ഷൂട്ട് ചെയ്ത് ലൈറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കുന്നത്. പിന്നെയും കുറച്ച് ഫേക്ക് ആയിട്ട് തോന്നുന്ന ഹ്യൂമൻ ഇമോഷൻസും ഫേസും അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെയാണ് അതിലൊക്കെ. അതൊക്കെ ഇനിയും മാറും. 2012-13 സമയത്താണ് ഞാൻ മാക്കിൽ ആനിമേഷൻ കയറുന്നത്. ആ സമയത്ത് തന്നെ ആനിമേഷനും ഗെയിമിംഗ് ഇൻഡസ്ട്രി ഒരു ലെവൽ വരെ ഫാർ ക്രൈ ഒക്കെ വന്ന് എക്സ്ട്രീമിൽ ഒരു വലിയ നല്ല ഗെയിംസ് വന്നു തുടങ്ങി. ഇപ്പോൾ വന്നിരിക്കുന്ന പല ഗെയിമൊക്കെ ആണെങ്കിലും ഡീറ്റെയിലിങ്ങിൻ്റെ എക്സ്ട്രീമാണ്. അതിലാണ് ഏറ്റവും ആദ്യം അപ്ഡേറ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അത് സിനിമയിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം AI തന്നെയാണ് എല്ലാം. AI കൂടെ വന്നതിന് ശേഷം പണി പോകാനൊന്നുമില്ല. നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതെല്ലാം മാത്രം അജ്മൽ ആസ് എ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ എഡിറ്റർ AI-ലോട്ട് ലൈക്ക് അതിൽ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഓൺലൈൻ വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ എപ്പോഴും അപ്പം തന്നെ എടുത്ത് നോക്കും. അതിപ്പോൾ AI-യുടെ മാത്രമല്ല, FCPയിൽ വരുന്ന പുതിയ തേർഡ് പാർട്ടി പ്ലഗിൻസ് ആണെങ്കിലും, ഡാവിഞ്ചിയിൽ വരുന്ന പുതിയ ഡാവിഞ്ചിയിൽ അല്ലാത്ത പുറത്തെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലഗിൻസ് ഞാൻ എപ്പോഴും എടുത്ത് നോക്കാറുണ്ട്. പുതിയ എന്താ അതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. കാരണം അത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അതുപോലെ AI-ൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പം പല കോഴ്സുകളും വന്നിട്ടുണ്ട് AI മാത്രം ഇത് ചെയ്യുന്നത്. ഇനിയും കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2025 ഒരു രീതിയിലും ഒരു ഏരിയ മുഴുവൻ AI കവർ ചെയ്യും എന്നുള്ളത് ഷുവറാണ് സിനിമയിൽ. കാരണം ഈ പറഞ്ഞ പോലെ പ്രീമിയറിൽ തന്നെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് കണ്ടല്ലോ. ഇപ്പോൾ VFX-ലൊക്കെ എന്തോരം ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു സമയത്ത് ട്രാക്കിങ്ങിന് ഭയങ്കര ടഫായിരുന്നു സെലക്ഷൻ, റോട്ടോസ്കോപ്പി. ഇപ്പം ഒറ്റ ക്ലിക്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുക, അതും ഹെയറിൻ്റെ ഡീറ്റെയിൽസ് വരെ. അപ്പം അത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് നോക്കി കാണുന്നുണ്ട് ഈ AI-യിലേക്ക്. നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും പോവില്ല. അത് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ. അജ്മൽ, ഒരു സിനിമാറ്റോഗ്രാഫേഴ്സ് വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഒരു എഡിറ്റേഴ്സ് വർക്ക് ഫ്ലോയിൽ എന്തുമാത്രം കളറിസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സിനിമാറ്റോഗ്രാഫി ഞാൻ ചെയ്യുന്നത് തന്നെ കളറിങ് ചെയ്യുമ്പോൾ അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കളറിങ്ങിൻ്റെ കാര്യം പലരും പറയാറുണ്ട്, ഗ്രേഡൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, റിയൽ വിഷ്വൽ ഇട്ടാൽ പോലെ. ഇപ്പോഴൊന്നും ആരും പറയാറില്ല, പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രേഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു സാധനത്തിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കളർ അപ്പാവുമ്പോൾ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ല കൂടുന്നത്, അതിൻ്റെ ആ ഒരു സീനിൻ്റെ ക്യാരക്ടർ തന്നെ ലിഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കളർ ചെയ്യുമ്പോൾ. നല്ല കളറിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്ലസ് തന്നെയാണ്. ഈ പ്രേമലൂല് ചെയ്യുന്നതിന് മുന്നേ അതിലൊരു കളർ പാലറ്റ് പിടിച്ച് അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്? കളർ പാലറ്റ് അതിൻ്റെ അകത്ത് അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കളേഴ്സ് കുറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്കൊരു പാലറ്റ് പോലെ ഒരു ബേസിക് പാലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച്
കോൺട്രാസ്റ്റ് മാറി നിൽക്കുന്ന കളേഴ്സും വേണം. ഇപ്പം ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതെങ്കിലും നമുക്ക് വേണ്ടാത്ത കളേഴ്സ് ഉണ്ടെങ്കിൽ അപ്പം പറയുന്നതല്ലാതെ ഇന്ന കളർ തന്നെ വേണം അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം പുറത്ത് ക്രൗഡിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളാണ് കൂടുതലും, അങ്ങനെ സെറ്റപ്പുകളല്ല കൂടുതലും. അപ്പം അതുകൊണ്ട് പ്രേമലുവിൽ അങ്ങനെ പാലറ്റ് അത് തന്നെയെന്ന് വെച്ച് പിടിച്ചിട്ടില്ല. എന്നാൽ കുറെ കളേഴ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ചിലത് വെച്ചിട്ടുണ്ട്, ഓൺ സ്പോട്ടിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രേഡിങ്ങിൽ അതിന്റെ ഹ്യൂ മാറ്റി കുറച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഫ്രെയിമിൽ കാണുന്ന എല്ലാ ആർട്ടുകാരും കൊണ്ട് വെക്കുന്നതാണ്. നമ്മളൊരു റെഫറൻസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കും. അതിന്റെ മെറ്റീരിയലും അത് അതിന്റെ ക്വാളിറ്റി എല്ലാം അവരാണ് തീരുമാനിക്കുന്നത്, ആർട്ട് ഡയറക്ടർ തന്നെയാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എല്ലാ പടത്തിലും വിഷ്വൽ നന്നായിട്ടുണ്ടെങ്കിൽ അത് ആർട്ട് ഡയറക്ടറുടെയും ആർട്ട് ടീമിന്റെയും അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടാവും. ഓൺ സ്പോട്ടിലായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നതും ആർട്ടുകാരോടെ പറയാൻ പറ്റുള്ളൂ. അവരായിരിക്കും പെട്ടെന്ന് അവര് അപ്പൊ തന്നെ നോ ഒന്നും പറയുന്ന പരിപാടി ഇല്ല. അവരെങ്ങനെയും അത് നമുക്ക് അത് കൊണ്ട് തരും. ഫ്രെയിമിൽ അത് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് അവർ തന്നെയാണ്. അജ്മൽ ബ്രോ, ഇപ്പോൾ കളറിങ്ങിന് ഇപ്പോൾ ബ്രോയുടെ പ്രോസസ്സ് അങ്ങനെ എഡിറ്റ് കഴിഞ്ഞ് കളറിങ്ങിന് ഇരിക്കാറുണ്ടോ? ഇരിക്കാറുണ്ട് ഞാൻ. അപ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആസ് എ കളറിസ്റ്റ്? അവിടെ എന്തുമാത്രം ലൈക്ക് ഒരു പാലറ്റ് പിടിച്ച് ബ്രോയുടെ മനസ്സിൽ ഓൾറെഡി ഒരു സംഭവം കാണുമോ, അതോ കളറിസ്റ്റിന് ഒരു ഓപ്ഷൻ കൊടുക്കുമോ? എങ്ങനെയാണ് അത് അതിൻ്റെ വർക്ക് ഫ്ലോ? കളറിസ്റ്റ് എനിക്ക് നല്ല കളറിസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫുട്ടേജ് വെച്ചിട്ട് ആള് ഒരു ഓപ്ഷൻ ഒന്നല്ലെങ്കിൽ 3-4 ഓപ്ഷൻസ് തരും. ഓക്കെ, അതിൽ നിന്ന് ബെറ്റർ ഒരു സാധനം സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു ഇന്ന ടോണ് ഞാൻ ഒരിക്കലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആലോചിച്ച് വെക്കാറില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ഞാൻ എൻ്റെ കോൺട്രാസ്റ്റ് ലെവൽ, സാച്ചുറേഷൻ ലെവൽ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും കളറിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം ആളായിരിക്കും എനിക്ക് ചെറിയ ബ്ലാക്കിൽ ചെറിയ ടിൻറ്റ് വരുന്നതും ചില സീനുകൾ ബ്ലാക്കായിട്ടിരിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു സീനിന് ഇന്ന ടോൺ, മൊത്തത്തിൽ മൂവിക്ക് ഒരു ടോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ല. ചില സീക്വൻസ് മാറുന്ന അനുസരിച്ച് ഞാൻ മാറ്റാറുണ്ട്. കളറിസ്റ്റ് ചിലർ പ്രിഫർ ചെയ്യാറുണ്ട് കംപ്ലീറ്റ് മൂവി ഒരേ പാലറ്റിലിരിക്കണം. ചിലർ സീൻ വൈസ് ആയിരിക്കും ചിലർ ചെയ്യുന്നത്. ഞാനൊക്കെ പേഴ്സണലി ചെയ്യുമ്പോൾ സീൻ വൈസ് ആണ് ഗ്രേഡ് ചെയ്യുന്നത്. ആ സീനിൽ ബെസ്റ്റ് എന്ത് ടോൺ വരാം അങ്ങനെ ചെയ്യും. ചിലർ കംപ്ലീറ്റ് മൂവി ചിലപ്പോൾ അതേ ഒരു പാറ്റേണിൽ പിടിക്കാറുണ്ട്. സിനിമ മുഴുവനായിട്ട് ഒരു പാലറ്റ് പിടിക്കണമെങ്കിൽ അത് കളറിസ്റ്റ് മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അത് ഷൂട്ട് സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. സിനിമ മുഴുവൻ ഒരു പാലറ്റ് കൊണ്ടുവരണമെങ്കിൽ അത് അങ്ങനത്തെ ഫാന്റസി ഫിക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കഥയാണെങ്കിൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അല്ലാതെ ഭയങ്കര റിയൽ ആയിട്ട് പറയേണ്ട ഒരു കഥയിൽ ഭയങ്കര നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. റിയൽ ലൈഫിൽ എന്തും വരാം. നമുക്ക് അങ്ങനെ പാലറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുഴച്ച് നിൽക്കും. അത് ഭയങ്കര ഫോഴ്സ്ഫുൾ ആവും, അവിടെ മാച്ച് ആവില്ല. അപ്പോൾ കളറിസ്റ്റ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സീൻ ബെറ്റർ ആക്കുക, സീനിനെ ഡെപ്ത് കൊണ്ടുവരിക, അത്യാവശ്യം ഓഡിയൻസിന് അത്യാവശ്യം നന്നായിട്ട് അത് കാണാൻ പറ്റുക. പിന്നെ ഈ ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കുക. ഈ എഡിറ്റർ ചെയ്യുന്ന പോലെ ഫുട്ടേജസിനെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കുന്ന പോലെ ഫുട്ടേജിന്റെ കളറും അതിന്റെ കോൺട്രാസ്റ്റും സാച്ചുറേഷനും എവിടെയും ഡിസ്റ്റർബൻസ് തോന്നാത്ത രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് കളറിസ്റ്റ്. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോൺ അല്ലെങ്കിൽ ഒരു മൂവി ഏതാണ് കളർ ഗ്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ? കളർ ഗ്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് അത്യാവശ്യം ആ പടത്തിൻ്റെ ബെസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള. വിഷ്വൽ ആണെങ്കിലും വിഷ്വലിനെ കുറിച്ച് ആൾക്കാർ അതിൻ്റെ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അതുപോലൊരു പടം വിഷ്വല് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര പാടാണ്. അത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും കളറിങ്ങും എല്ലാം. ബ്രോ, നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്ക് യുവർ ഇൻ ടു എഡിറ്റിംഗ്, യുവർ ഇൻ ടു സിനിമാറ്റോഗ്രഫി, ഞാനിപ്പോൾ ആ സ്ക്രിപ്റ്റിലോട്ടും ഇറങ്ങിയെന്ന് എൻ്റെ അടുത്തെന്തോ പറഞ്ഞു. സ്ക്രിപ്റ്റിലോട്ട് ഇറങ്ങിയതൊന്നുമല്ല, പണ്ട് പോലെ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ ചെയ്യുന്നത്, ഞാനും ഫ്രണ്ട്സും കൂടി ഇരുന്ന് ചെയ്യുന്നത്. അത് ഇപ്പൊ ഇറങ്ങിയതൊന്നുമല്ല, പണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തോ ഒരു സംഭവം പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് ഒരു പ്രൊജക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല, അതൊന്നും ആയിട്ടേ ഇല്ല. സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്, പണ്ട് പോലെ ഞാൻ എഴുതാറുണ്ട്. ഈ ഒരു പ്രൊജക്ടിന്റെ പരിപാടി ഒരെണ്ണത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പല സ്ക്രിപ്റ്റുകൾ നടക്കാറുണ്ട്. അതിൽ ഇൻവോൾവ് ആവും, എഴുതും. അപ്പം കുറച്ച് സമയം എഡിറ്റും ക്യാമറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഹൗ ഡു യു ബാലൻസ് യുവർ വർക്ക് ആൻഡ് ലൈഫ്? ബാലൻസ് നമ്മൾ എഡിറ്റിലിരിക്കുമ്പോൾ അറിയാലോ, നമ്മൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ രാത്രി വരെ ഇരിക്കും. അപ്പോൾ ഹൗ ഡു യു മാനേജ് തിങ്സ്? പണ്ടൊക്കെ എന്ന് വെച്ചാൽ രാത്രി ഫുള്ള് ഇരുന്ന് എഡിറ്റ് ചെയ്യലായിരുന്നു.
പിന്നെ ഇപ്പോൾ സിനിമറ്റോഗ്രാഫിയിലേക്ക് കയറിയതിന് ശേഷം ഞാൻ അങ്ങനെ രാത്രി ഒരുപാട് ഇരിക്കാറില്ല. ഒരു 12 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ കിടക്കും. കാരണം പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ആ സൈക്കിള് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതൊക്കെ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട്. ക്യാമറ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയത്. കാരണം അല്ലെങ്കിൽ ഷൂട്ടിൽ നമുക്ക് ഷോർട്ട് ഫിലിം പോലെ അല്ലല്ലോ. ഷോർട്ട് ഫിലിം 3-4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിയും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 50 days 60 days കണ്ടിന്യൂസ് അതിലും കൂടുതൽ പോകുന്ന സിനിമകളുണ്ട്. അപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡാവും. മെൻ്റലി നമുക്ക് എങ്ങനെയെങ്കിലും ഷൂട്ട് തീർക്കാന്നുള്ള മൂഡിലൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് പോകും. അതുകൊണ്ട് ഞാൻ മാക്സിമം കൂളായിട്ടാണ് ഇപ്പോൾ വർക്കുകൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് വിഷ്വലിനെ ബാധിക്കും. അല്ല, നേരത്തെ ആണെങ്കിലും എഡിറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ലോങ് പോകുമ്പോൾ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ടായിരുന്നു? ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ രാത്രി 5 മണി വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി പിന്നെ എഴുന്നേക്കുന്ന ഉച്ചയ്ക്കായിരിക്കും. അങ്ങനെയായിരുന്നു ഒരു കുറെ എഡിറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അത് മാറ്റിയതാണ്. അത് എങ്ങനെ മാറ്റി? എന്തെങ്കിലും ഡിസിപ്ലിൻ എന്തെങ്കിലും ഫോളോ ചെയ്തോ? അല്ലെങ്കിൽ എങ്ങനെ മാറ്റി വെച്ചാൽ കിടന്നുറങ്ങും പൂട്ടിയിട്ട് അങ്ങനെ മാറ്റി. ഇപ്പോൾ ഒരാൾ എഡിറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, എഡിറ്റിങ്ങിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് റെഫറൻസ് ആയിട്ട് കുറച്ച് മൂവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസോ എന്തെങ്കിലും ഒന്ന് പറയാം. എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ മൂവീസ് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയ മൂവീസ്, അജ്മൽ സാബിന് ഇഷ്ടപ്പെട്ട മൂവീസ് വിത്ത് എഡിറ്റിംഗ് പെർസ്പെക്റ്റീവ്. ഇന്ത്യൻ ഫിലിംസ് പറയാം. ഇന്ത്യൻ ഓർ ഹോളിവുഡ് ഏതാണെങ്കിലും. ഞാൻ കുറെ കൂടെ സീരീസ് ഒക്കെ കാണാറുണ്ട്. എഡിറ്റിംഗ് ആർത്തി ബജാജ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ എഡിറ്റർ ഉണ്ട്. ആളുടെ എഡിറ്റ് വർക്ക്സ് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആൾ എഡിറ്റ് ചെയ്യുന്നത്. മൂവീസ് എന്ന് പറയുവാണെങ്കിൽ റോക്ക് സ്റ്റാർ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആർത്തി ബജാജ് ആണ്. ഇംതിയാസ് അലിയുടെ മോസ്റ്റ്ലി എല്ലാ ഫിലിംസും ആളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിക്രമാദിത്യ മോട്ട്വാനിയുടെ ഫിലിംസ് നോക്കിയാൽ മതി. ഇന്ത്യൻ മൂവീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ എഡിറ്റ് പുള്ളി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഡയറക്ടർ എന്ന് പറയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പടം പോലും എല്ലാ ജോണറും ട്രൈ ചെയ്യുന്ന ഡയറക്ടറാണ് അനുരാഗ് കശ്യപ്. സഞ്ജയ് ലീല ബൻസാലി, ആ ഒരു ജോണർ നോക്കുകയാണെങ്കിൽ സഞ്ജയ് ലീല ബൻസാലി, ദിവാകർ ബാനർജി. ഞാൻ മലയാളം പറഞ്ഞില്ല. മലയാളത്തിൽ അറിയാമല്ലോ, എല്ലാവർക്കും മലയാളം അറിയാം. ഞാൻ ഈ മൂവീസാണ്. പിന്നെ സീരീസ് ആണെങ്കിൽ ബെറ്റർ കോൾ സോൾ, ബ്രേക്കിംഗ് ബാഡ്, അങ്ങനെ കുറേ അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. അത് നമുക്ക് എഡിറ്റിംഗ് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് അത് വെച്ചിട്ടൊരു കട്ടൊക്കെ ചെയ്ത് ട്രെയിലറൊക്കെ ഒരു പടം എടുത്തിട്ട് അതിൻ്റെ ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൂവി മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ ഉണ്ടാക്കാൻ നോക്കും. 1 minute 2 minute അങ്ങനെ കുറച്ച് എഡിറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് പണ്ട് ആദ്യം. അജ്മലിന്റെ മെയിൻ എക്സാമ്പിൾ അതാണ്. ലൈക്ക് ഒരു സാധനം കണ്ടു പഠിക്കുന്നതിനൊക്കെ ചെയ്താ പഠിച്ചേ. ആ ട്രെയിലേഴ്സ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന അന്ന് ആ അജ്മൽ കട്ട്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ടായതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഈ എഡിറ്റിൽ വരുന്ന ഗ്രാമേഴ്സും പരിപാടികളൊക്കെ നമ്മൾ ചെയ്താണ് പഠിക്കുന്നത് അല്ലേ. അല്ലാതെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എഡിറ്റിംഗിന്റെ കോഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ്, സെഗ്മെന്റ് ആയിരുന്നു അല്ലേ. സിനിമാറ്റോഗ്രാഫി തന്നെ പഠിച്ചെടുത്തത്? സിനിമാറ്റോഗ്രാഫിയും എൻ്റെ കോഴ്സിലുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ആനിമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം വരും അതിൽ. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെന്റിലോട്ട് വരാതിരിക്കുന്നത് അനിമേഷൻ പഠിക്കുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും അല്ലേ. അതെ, അനിമേഷൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ, നല്ല ഫാക്കൽറ്റി ഉള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാ സെഗ്മെന്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടും. അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവണം. അനിമേഷൻ കോഴ്സുകളിൽ എല്ലാം വരും. അനിമേഷൻ മാത്രമല്ല, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലും എല്ലാം വരുന്നുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർസ് ചിലപ്പോൾ ഇത്ര ഉണ്ടാവില്ല. ഞാനൊരു 14 സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു എനിക്ക്. ഫോട്ടോഷോപ്പ്, പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ്, 3ds Max, മായ. ആ സമയത്ത് ആനിമേഷൻ ചെയ്യുന്നത് മായയിലായിരുന്നു, ഇപ്പം മാറി. പിന്നെ അതിൻ്റെ എക്സ്ട്രാ വരുന്ന പ്ലഗിൻസ് വേറെ, റിയൽ ഫ്ലോ, പിന്നെ ന്യൂക്ക്, ഹുഡീനി, അങ്ങനെ VFX സോഫ്റ്റ്വെയർസ് കുറച്ച്, PF ട്രാക്ക്, അങ്ങനെ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അടിപൊളി. ലൈക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും നമ്മൾ ആനിമേഷനിൽ വരുമ്പോൾ. അതെ അതെ. ഞങ്ങളിങ്ങനെ അരമണിക്കൂർ എന്നുദ്ദേശിച്ച് വന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 1.5 മണിക്കൂറിലോട്ട് എത്തിയിട്ടുണ്ട്. അജ്മലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി ഇനിയും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എന്തോ നമുക്കിവിടെ നിർത്താം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു 1.5 മണിക്കൂർ ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിനും. അല്ല, ഒരുപാട് എനിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് പോലെ അല്ല, ഇതൊരു പോഡ്കാസ്റ്റാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. എന്നാലും ചോദിക്കുന്നതൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട്, എബിന് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡും എഡിറ്റ് സൈഡും ഒക്കെ അറിയാവുന്നതുകൊണ്ട്, സിനിമാറ്റോഗ്രാഫി സൈഡും അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനും ഇഷ്ടമുള്ള ടോപ്പിക് ഇതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്കും ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
താങ്ക് യു. നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ലൈക്ക് ഇൻ്റർവ്യൂസ് കൂടുതലും ഒരു ആ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത്. കൂടുതലും ആ സിനിമയിൽ എന്ത് നടന്നിട്ടുണ്ട്, എങ്ങനെ ഷൂട്ട് ചെയ്തു, അങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് എങ്ങനെ അത് ഹെൽപ്ഫുൾ ആക്കാം, എന്തുമാത്രം ഡീറ്റെയിലോട്ട് പോകാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഫീൽഡിൽ ഇരിക്കുന്നവർക്കായിക്കോട്ടെ അജ്മൽ എങ്ങനെ ആ വർക്ക് ഫ്ലോ ചെയ്യുന്നത് അത് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കുറേ ഹെൽപ്ഫുൾ ആവും. ഈവൻ എനിക്കും, ഞാൻ ആസ് എ കളറിസ്റ്റ് സിനിമാറ്റോഗ്രാഫറിൻ്റെ തിങ്കിങ് എന്താണ്, എഡിറ്ററിൻ്റെ തിങ്കിങ് എന്താണ്, അത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ഫ്ലോയിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഡെഫിനറ്റ്ലി ഈ 1.5 മണിക്കൂർ ഞങ്ങളെ എന്നെ പേഴ്സണലി കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസിനും ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എനിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളുടെ വക. ഗിഫ്റ്റോ? ഇതാണോ ഗിഫ്റ്റ്? ഒരു ലൈവ് പ്ലാന്റ് ആണ്. അപ്പോൾ താങ്ക് യു. വീട്ടിൽ കൊടുക്കാം അമ്മച്ചിക്ക്. അപ്പോൾ ഞങ്ങളുടെ വക ചെറിയൊരു ഹാപ്പിനെസ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. ഇനി നല്ല നല്ല പ്രോജക്ട്സുകൾ വരട്ടെ. ഉറപ്പായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇനിയും നമ്മുടെ സ്റ്റുഡിയോയിലോട്ടൊക്കെ വരാം. നീ വരാലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആരെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാവുന്നതാണ്. ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാം. അതല്ലാതെ അജ്മലായിട്ട് എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഞാൻ അജ്മലിന് ചോദിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ കൊണ്ട് കമൻസിലിടാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം.